കാലം അതിന്റെ അവസാനത്തെ നല്ലതാക്കി തീർക്കുന്ന തമ്പുരാൻ ഇന്ന് രാത്രി സ്വർഗം ചായ്ച്ച ഞങ്ങളുടെ മധ്യത്തിൽ ഇറങ്ങി വന്നിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. സകല പാതാള ഗോപുര ശക്തികളെ, ആത്മീയ ശുശ്രൂഷയ്ക്ക് വിരുദ്ധമായി വ്യാപരിക്കുന്ന എല്ലാ ഇരുട്ടിന്റെ വ്യാപാരങ്ങളെ ഉയർത്തെഴുന്നേറ്റവനായ നസ്രയനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ബന്ധിക്കുന്നു. സാത്താൻ കെട്ടിയ സകല കെട്ടുകൾ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. ഇന്ന് രാത്രിയും ആത്മാക്കൾ വിടുവിക്കപ്പെടട്ടെ. ഈ ജനത്തോട് അവിടുന്ന് സംസാരിക്കും. ഇന്ന് രാത്രി ജനത്തെ അവിടുന്ന് സ്പർശിക്കും. രോഗികളെ സൗഖ്യമാക്കും. ബന്ധനങ്ങളെ കർത്താവ് ഉപേക്കും. സ്വർഗം ഭൂമിയെ ചുംബിക്കുന്ന രാത്രിയാക്കി, സ്വർഗം ഭൂമിയെ സന്ദർശിക്കുന്ന രാത്രിയാക്കി ഈ രാത്രി അവിടുന്ന് തീർക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളോ കുറയണം കർത്താവ്, ഞങ്ങളിൽ വളരണം. അങ്ങയുടെ നാമം ഈ തലമുറയിൽ മഹത്വമെടുക്കണം. യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. രണ്ട് കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട് ശക്തിയോടെ സന്തോഷത്തോടെ സ്വർഗം കേൾക്കട്ടെ. വലതും ഇടതും നിൽക്കുന്ന രണ്ടുപേർക്ക് കരങ്ങളെ കൊടുത്ത് പറയുക, വലിയവ ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കുക. മൂത്തോക്കി പറഞ്ഞേ, കള്ളന്മാരും കള്ളികളും മൂത്തോക്കി പറഞ്ഞ് വലിയവ ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കുക. വലിയവ ദൈവത്തിൽ നിന്ന് ഇന്ന് രാത്രി പ്രതീക്ഷിക്കുക. വലിയവ ഇന്ന് രാത്രി ദൈവത്തിന് പ്രതീക്ഷിക്കുക. അങ്ങനെ പറഞ്ഞവർ മാത്രം ദയവായി ദൈവസന്നിധിയിൽ ഇരുന്നാട്ടെ. ഫിലിപ്പിയർക്ക് ലേഖനം 3-ാം അധ്യായം 20-ാം വാക്യം, അതോടൊപ്പം 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായം 16-17 വാക്യങ്ങൾ അത്രേ. എൻ്റെ ഹൃദയത്തിൽ കർത്താവ് നിങ്ങളോട് പറയുവാൻ ദൂതായി സ്തോത്രം കർത്താവ് എനിക്ക് നൽകിയത്. മേ ബി നമ്മുടെ ഹൃദയത്തിൽ 115 പ്രസംഗങ്ങൾ ഉണ്ടായിരിക്കാം. പ്രസംഗമല്ല, ജനത്തെ വിടുവിക്കുന്നത് ദൈവത്തിൻ്റെ ദൂതാണ്. ഇന്ന് രാത്രിയിലും ജനത്തെ ദൈവകൃപയാൽ പണിയേണ്ടത്. ഫിലിപ്പിയർക്ക് ലേഖനം ബൈബിളുള്ള എല്ലാവരും എടുത്താട്ടെ. സ്തോത്രം. ഐപാഡിലായിരിക്കാം, ഫോണിലായിരിക്കാം. ഫോൺ തുറക്കുന്ന കൊള്ളാം, SMS അയക്കാൻ വേണ്ടിയാകല്ല. സ്തോത്രം. അതെ, സ്തോത്രം. ഫിലിപ്പിയർക്ക് ലേഖനം 3-ാം അധ്യായം 20-ാം വാക്യം, അതോടൊപ്പം സ്തോത്രം 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായം 16-17 വാക്യങ്ങൾ. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായം 16-17 വാക്യങ്ങൾ. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. 33% പുതിയ നിയമത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു ശബ്ദമാണ് കർത്താവ് യേശുവിൻ്റെ പുനർ ആഗമനം. പക്ഷേ ഈ കുറച്ച് നാളുകളായി ഈ ന്യൂ ജനറേഷൻ്റെ തള്ളലിലും സ്തോത്രം പ്രോസ്പെരിറ്റിയുടെ പ്രസരിപ്പിലും കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിൻ്റെ ഒഴുക്കിലും ഒക്കെ പെട്ട് സ്തോത്രം ഈ ലോകത്തിൽ തന്നെ ജനത്തെ സെറ്റിൽ ചെയ്യിപ്പിക്കുന്ന മാതിരിയിലാണ് TV-യിലാണെങ്കിലും പ്ലാറ്റ്ഫോമുകളാണെങ്കിലും പ്രസംഗങ്ങളുടെ അല്ലെങ്കിൽ വചനത്തിൻ്റെ പോക്കായിരിക്കുന്നത്. ഫീൽ ഗുഡ്, സ്മൈൽ ഗുഡ് എന്ന് പറഞ്ഞ് ഈ ലോകത്തിലേക്ക് വേണ്ടി, ഈ ലോകത്തിനു വേണ്ടി ജനത്തെ ഒരുക്കുന്ന ഒരു അപ്പോസ്റ്റസി, ഒരു വിശ്വാസ ത്യാഗം ആയിരിക്കുമ്പോൾ ഈ രാത്രി എനിക്ക് പറയാനുള്ളത് ദ ഓൾഡ് ഫാഷൻ ഓഫ് ദ പെന്റക്കോസ്റ്റൽ ഗോസ്പൽ, യേശു കർത്താവിൻ്റെ മടങ്ങി വരവ് അത്രേ. നിങ്ങൾ സ്തോത്രം പറഞ്ഞാലും ശരി, ഇല്ലെങ്കിലും ശരി, നമ്മുടെ രാജാവ് വീണ്ടും വരുവാൻ പോകുകയാണ്. നിങ്ങൾ ഒരുങ്ങിയാലും ശരി, ഇല്ലെങ്കിലും ശരി, യേശു കർത്താവ് വീണ്ടും വരുവാൻ വേണ്ടി പോകുന്നു. വേദപുസ്തകത്തിന്റെ ആരംഭത്താൾ മുതൽ തന്നെ ഒന്നാമത്തെ പ്രവാചകനാകുന്ന അല്ലെങ്കിൽ ഏഴാമനായ ഹാനോക്ക് തുടങ്ങി ഇങ്ങ് ദൂരെ സ്തോത്രം യോഹന്നാൻ സ്നാപകൻ വരെയുള്ളതായ സകലരും യേശുവിന്റെ ഒന്നാമത്തെ വരവ് പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ പറഞ്ഞത് കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് അത്രേ. 2000 വർഷങ്ങൾക്ക് മുമ്പ് അവൻ ജനിക്കുന്നത് എവിടെയാണെങ്കിലും ആണെന്നും എങ്ങനെ വളരുമെന്നും അവന്റെ ജീവിതം എങ്ങനെ ഇരിക്കുമെന്നും യേശുവിന്റെ മേൽ കടന്നു വരുന്ന അഭിഷേകം എന്തെന്നും ആ അഭിഷേകത്തിന്റെ ഫലമായി വെളിപ്പെടുന്ന ശുശ്രൂഷ എന്താണെന്നും ആ ശുശ്രൂഷയ്ക്ക് ശേഷം അവൻ എങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെടുമെന്നും എങ്ങനെ തകർക്കപ്പെടുമെന്നും എങ്ങനെ ക്രൂശിൽ തൂങ്ങുമെന്നും എന്തൊക്കെ ക്രൂശിൽ സംഭവിക്കുമെന്നും എങ്ങനെ അവൻ തിരുവചന പ്രകാരം അടക്കപ്പെടുമെന്നും തിരുവചന പ്രകാരം അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്നും
നിമിത്തം യേശു കർത്താവിന്റെ ജീവിതത്തെ ഒരു മാലയിൽ കല്ല കോർക്കുന്നത് പോലെ ഒന്നാമത്തെ വരവിനെ കുറിച്ച് പ്രവാചകന്മാർ പറയുകയുണ്ടായി. ദൈവത്തിന്റെ വചനം പറയുന്നു, ചരിത്രം അതിന് സാക്ഷ്യം നിൽക്കുന്നു. പ്രവാചകന്മാർ പറഞ്ഞത് അനുസരിച്ച് യേശുവിന്റെ ഒന്നാമത്തെ വരവിൽ അക്ഷരം പ്രതി അത് തന്നെ നിറവേറിയെങ്കിൽ, ഏറ്റവും കുറഞ്ഞത് ഞാൻ തിയോളജിയൻസിന്റെ മുൻപിലാണല്ലോ സംസാരിക്കുന്നത്, അവന്റെ ഒന്നാമത്തെ വരവിനേക്കാൾ ഏറ്റവും കുറഞ്ഞത് 2 ഇരട്ടിയെങ്കിലും, അല്ലേ, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് 2 ഇരട്ടിയെങ്കിലും അവന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് പറയുമ്പോൾ എത്രയധികമായി അത് സംഭവിക്കാം. സന്തോഷമുള്ളവർ മാത്രം ദൈവത്തെ സ്തുതിച്ചാട്ടെ. എന്നാൽ ഒന്നാമത് വന്നതുപോലെ അല്ല അവൻ രണ്ടാമതും വരുവാൻ വേണ്ടി പോകുന്നത്. ഒന്നാമത് യേശു കർത്താവ് അവൻ ശിശുവായി വന്നെങ്കിൽ ഇനി അവൻ രാജാവായി വരുവാൻ വേണ്ടി പോകുകയാണ്. ഒന്നാമത് അവൻ ക്രൂശിൽ കിടക്കുവാൻ വന്നു എങ്കിൽ രണ്ടാമത് അവൻ വരുന്നത് തന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ യേശു കർത്താവ് വരുവാൻ വേണ്ടി പോകുന്നു. ഒന്നാമത് അവൻ വന്നത് ദാസനായിട്ടാണെങ്കിൽ രണ്ടാമത് അവൻ രാജാവായി വെളിപ്പെടുവാൻ വേണ്ടി പോകുന്നു. ഒന്നാമത് വന്നപ്പോൾ യേശു കർത്താവ് ഒരു സ്തോത്രം കഴുതക്കുട്ടിയുടെ പുറത്താണ് യെരൂശലേം പട്ടണത്തിൽ പ്രവേശിച്ചതെങ്കിൽ ഇനി അവൻ കടന്നു വരുമ്പോൾ വെളുത്ത കുതിരക്കുട്ടിയുടെ കുതിരമയുടെ മേൽ യെരൂശലേം പട്ടണത്തിലൂടെ കർത്താവ് സഞ്ചരിക്കുവാൻ വേണ്ടി പോകുന്നു. കേൾക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒന്നാമത് വന്നപ്പോൾ യേശു കർത്താവിന്റെ തലയിൽ ഒരു മുൾക്കിരീടം ഉണ്ടായിരുന്നുവെങ്കിൽ ഇനി യേശു കർത്താവ് മടങ്ങി വരുമ്പോൾ അവന്റെ തലയിൽ കിരീടങ്ങൾക്കും ഇത് കിരീടമുണ്ടായിരിക്കും. കാരണം അവൻ രാജാതി രാജാവ്, അവൻ കർത്താതി കർത്താവ്, അവൻ ദൈവാതി ദൈവമത്രേ. യേശുവിന്റെ ഒന്നാമത്തെ വരവെങ്കിൽ പീലാത്തോസ് അവനെ വിസ്തരിച്ചു. അതിനു മുമ്പ് ഹെരോദാവ് അവനെ കളിയാക്കി. അതിനു മുമ്പ് സ്തോത്രം പത്രോസ് അവനെ തള്ളിപ്പറഞ്ഞു. അതിനു മുമ്പ് യൂദ അവനെ കാണിച്ചു കൊടുത്തു. എന്നാൽ ഇനി യേശു കർത്താവ് മടങ്ങി വരുന്നതായ സമയത്ത് രാജാക്കന്മാരും പ്രസിഡന്റുമാരും യേശുവിന്റെ മുൻപിൽ മുട്ടുമടക്കും. 1000 ആണ്ട് യേശു ഈ ലോകത്തെ ഭരിക്കും. 5 വർഷം തികയ്ക്കാൻ ഡൽഹിയിലും തിരുവനന്തപുരത്തും ഓരോ അണ്ണന്മാർ പെടുന്ന പെടാപ്പാട് നോക്കിക്കേ. പക്ഷേ 1000 ആണ്ട് 1000 ആണ്ട് യേശു കർത്താവ് ഈ ലോകത്തെ സമാധാന രാജ്യമായി ഭരിപ്പാൻ കർത്താവ് കടന്നു വരുവാൻ വേണ്ടി പോകുന്നു. സുനാമി ഇല്ലാത്ത 1000 വർഷം, ക്യാൻസർ വളരാത്ത 1000 വർഷം, സകല ഹോസ്പിറ്റൽസും അടഞ്ഞു കിടക്കുന്ന 1000 വർഷം, ഐസിയിൽ ഒറ്റ എണ്ണം കിടക്കാത്ത 1000 വർഷം, മന്ത്രം പറവാൻ ഒറ്റ മന്ത്രവാദിയുടെ നാവ് ഉയരാത്ത 1000 വർഷം, പ്ലെയിൻ ക്രാഷ് ഇല്ലാത്ത ഷിപ്പ് ഇല്ലാത്ത 1000 വർഷം, നിന്റെ ടെലിവിഷന്റെ റിമോട്ട് കൺട്രോൾ നീ പിടിച്ചിരിക്കുന്നത് പോലെ ആണിപ്പഴുത്തുള്ള കർത്താവ് യേശുവിന്റെ കരത്തിൽ ലോകത്തിന് മുഴുവൻ നിയന്ത്രണം വെളിപ്പെടുന്നതായ 1000 വർഷം. അവർ കിങ് ഈസ് ഓൺ ദ വേ. നമ്മുടെ രാജാവ് അവൻ വന്നുകൊണ്ടിരിക്കുന്നു. വിശ്വസിക്കുന്ന 2 കരങ്ങളെ അടിച്ച് ഇന്ന് രാത്രി ആർപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നാളെ സഭായോഗം നടക്കോ എനിക്കറിയത്തില്ല. അടുത്ത കൺവെൻഷൻ നമുക്ക് ഇങ്ങനെ കൂടി വരുവാൻ കഴിയുമോ എനിക്കറിയത്തില്ല. ആഗ്രഹമുണ്ട് തോമസ് ഊട്ടി പാസ്റ്ററെ. പക്ഷേ അതിന് മുൻപായിരിക്കാം ഒരുപക്ഷെ കാഹളനാഥം കേൾക്കുവാൻ വേണ്ടി പോകുന്നത്. പക്ഷെ ആർക്കു വേണ്ടി യേശു കർത്താവ് കടന്നു വരുന്നു? സുവിശേഷം പ്രസംഗിച്ചവർക്കോ കേട്ടവർക്കോ അല്ല. ബൈബിൾ പറയുന്നു വിശുദ്ധന്മാർക്ക് വേണ്ടി അവൻ കടന്നു വരുന്നു. വിശുദ്ധന്മാർക്ക് വേണ്ടി കർത്താവ് യേശു ക്രിസ്തു വേഗം വരുന്നു. എന്റെ 17ാമത്തെ വയസ്സിൽ ഞാൻ രക്ഷിക്കപ്പെട്ടു. 18ാമത്തെ വയസ്സ് മുതൽ ഞാൻ സുവിശേഷം പ്രസംഗിച്ചു തുടങ്ങി. ലാസ്റ്റ് 29 ഇയേഴ്സ്. സ്തോത്രം. എന്നോളം വലിപ്പമുള്ള 2 പെൺകുട്ടികൾ എനിക്കുണ്ടെങ്കിലും സ്തോത്രം അതേ ഈ നല്ല ശരീരത്തിനാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചിലരെ കണ്ടാൽ പ്രായം തോന്നത്തില്ല. സ്തോത്രം. വെൽക്കം ടു ദ ക്ലബ്. ആമേൻ. സ്തോത്രം. തിരുവചനം പറയുന്നു പ്രിയപ്പെട്ടവരെ, അതേ സ്തോത്രം ഇത്രയും 29 വർഷത്തെ ശുശ്രൂഷയ്ക്കിടക്ക് സ്തോത്രം ഒത്തിരി പേർ മറഞ്ഞത് ഞാൻ കണ്ടു, ഒത്തിരി പേർ തകർന്നത് ഞാൻ കണ്ടു. നമ്മൾ നിന്നതല്ല, ദൈവം നമ്മെ നിർത്തിയത് അത്രേ. കമോൺ. നമ്മൾ വന്നതല്ല, ദൈവം നമ്മെ കൊണ്ടുവന്നതത്രേ. നമ്മൾ ആയതല്ല, ദൈവം നമ്മെ ആക്കിയതത്രേ. പക്ഷെ ഒരു കാര്യം പറയാം, ഇന്നലകളിൽ ദൈവം നമ്മെ നിർത്തിയെങ്കിൽ ആ ദൈവം ഇന്നും ജീവിക്കുന്നു. ഇന്നലത്തെക്കാൾ നാളെ ശക്തിയോടും കൃപയോടും എന്നെയും നിന്നെ നിർത്തുവാൻ ആ ദൈവം ശക്തിയുള്ളവനത്രേ.
സോ യേശു ആർക്ക് വേണ്ടി കടന്നു വരുന്നു? കത്തോലിക്കനോ പ്രൊട്ടസ്റ്റന്റിനോ ബെന്തിക്കോസിനോ വേണ്ടിയല്ല. ബൈബിൾ പറയുന്നു, സങ്കീർത്തനം 55 വായിക്കുമ്പോൾ അവൻ വിശുദ്ധന്മാർക്ക് വേണ്ടി കടന്നു വരുന്നു. വലതു കടന്നിരിക്കുന്ന രണ്ടുപേരെ തൊട്ട് വേഗത്തിൽ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞാട്ടെ, വിശുദ്ധന്മാർക്ക് വേണ്ടി യേശു കടന്നു വരുന്നു. പെട്ടെന്ന് പറ, വിശുദ്ധന്മാർക്ക് വേണ്ടി യേശു കടന്നു വരുന്നു. ഓ, ക്രിസ്ത്യാനിയെ ചേർക്കാനല്ല യേശു വരുന്നത്. നക്ഷത്രം കെട്ടിത്തൂക്കിയ ക്രിസ്മസ് ക്രിസ്ത്യാനിയെ ചേർക്കാനല്ല യേശു വരുന്നത്. ഈസ്റ്ററിന്റെ ദിവസത്തെ കള്ളപ്പം അടിച്ച് കള്ളം കുടിച്ച് ഓടയിൽ കിടക്കുന്നവനെ ചേർക്കാനല്ല യേശു വരുന്നത്. അവൻ വിശുദ്ധനാണ്. ഗബ്രിയേലിനെക്കാളും വിശുദ്ധൻ, മിഖായേലിനെക്കാളും വിശുദ്ധൻ, എന്തിനേറെ പറയുന്നു, സ്വർഗത്തെക്കാളും വിശുദ്ധൻ. ആ വിശുദ്ധനാകുന്ന കർത്താവ് സ്തോത്രം വിശുദ്ധന്മാരെ ചേർപ്പാൻ കടന്നു വരുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി പ്രസംഗിക്കുന്ന ഞാൻ ഉൾപ്പെടെ നോക്കി സ്വർഗം ഡിമാൻഡ് ചെയ്യുന്നത്, നിന്റെ ജീവിതം വിശുദ്ധമായിരിക്കട്ടെ. നിന്റെ പ്രസംഗവും ശുശ്രൂഷയുമല്ല തിരുമുൻപിൽ നിന്നെ കൊണ്ടുപോകുന്നത്, നിന്റെ ജീവിതമാണ് നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് നിന്റെ നോട്ടം വിശുദ്ധമായിരിക്കട്ടെ, നിന്റെ വാക്ക് വിശുദ്ധമായിരിക്കട്ടെ, നിന്റെ കൊടുക്കൽ വാങ്ങൽ വിശുദ്ധമായിരിക്കട്ടെ, നിന്റെ സീക്രട്ട് ലൈഫ് രഹസ്യ ജീവിതം വിശുദ്ധമായിരിക്കട്ടെ, നിന്റെ ടെലിഫോൺ വിശുദ്ധമായിരിക്കട്ടെ, നിന്റെ ലാപ്ടോപ്പും ഡെസ്ക്ടോപ്പും വിശുദ്ധമായിരിക്കട്ടെ. അപ്പനെയും അമ്മയും ദൈവദാസന്മാരെയും ഒരുപക്ഷെ നിനക്ക് മറയ്ക്കുവാൻ കഴിയും. പക്ഷേ അഗ്നി ജ്വാലക്കൊത്ത കണ്ണോട് കൂടിയവനായ ദൈവത്തെ നിനക്ക് മറയ്ക്കുവാൻ കഴിയത്തില്ല. വിശുദ്ധനായ കർത്താവ് അവൻ വന്നുകൊണ്ടിരിക്കുന്നു. അവൻ വിശുദ്ധന്മാരെ ചേർപ്പാൻ വേണ്ടി വരികയാണ്. എന്നാൽ വിശുദ്ധന്മാരെ ചേർപ്പാൻ അവരെ പ്രകാരം കടന്നു വരുന്നു. മൂന്നാം സ്വർഗത്തോളം എടുത്തുകൊള്ളപ്പെട്ട് ദൈവത്തിന്റെ വെളിപ്പാടിൽ നിറയപ്പെട്ടതായ പൗലോസ് ശ്ലീഹ, യേശു കർത്താവ് കഴിഞ്ഞാൽ പുതിയ നിയമത്തിൽ ഏറ്റവും കൂടുതൽ ദൈവജനം ആദരിക്കുന്ന, ദൈവജനം ശ്രദ്ധിക്കുന്ന ദൈവദാസനായ പൗലോസ് ശ്ലീഹ, സ്തോത്രം, റാപ്ചർ ഓഫ് ദ ചർച്ച്, ദൈവസഭയുടെ ഉൾപ്രാവണം. ആ വേർഡ് ഒരുപക്ഷെ ബൈബിളിലായിരിക്കാം. ദൈവസഭ എങ്ങനെയാണ് സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളപ്പെടുന്നത് എന്ന് സവിസ്തരം തെസ്സലോനിക്കയിലെ സഭയോട് ഒരു ദിവസം എഴുതി അറിയിക്കുകയുണ്ടായി. കാരണം തെസ്സലോനിക്ക സഭയിലുള്ളതായ ചില പ്രിയപ്പെട്ടവർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട തിരശ്ശീലേക്ക് അപ്പുറത്തേക്ക് മറഞ്ഞ്, ചില പ്രിയപ്പെട്ടവർ സ്തോത്രം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടതായ സമയത്ത് അവരും സ്തോത്രം ദുഃഖിച്ചു, അവരും കരഞ്ഞു, അവരും നിരാശയിൽ കാണപ്പെട്ടപ്പോൾ പൗലോസ് അപ്പോസ്തലൻ സ്തോത്രം തന്റെ നാവല്ല എടുത്തത്, തന്റെ പേനയെ എടുത്തു. തന്റെ നാവിൽ മാത്രമല്ല ശക്തി, തന്റെ പേനയിലും ശക്തിയുണ്ട്. എന്റെ പിൻപിലിരിക്കുന്ന ആരോടോ ഇന്ന് രാത്രി ദൈവാത്മാവിന്റെ ദൂത് പറവാനുണ്ട്. ചിലക്കം നാവിൽ ശക്തിയെങ്കിൽ ചിലതിൽ പേനകളിൽ കൂടെ അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടുവാൻ പോകുന്നു. ചില ബുക്കുകളെ ഞാൻ കാണുകയാണ്, ചില സീരീസ് ഓഫ് ബുക്കുകൾ യേശുവിന്റെ നാമത്തിൽ ചിലതിലൂടെ സ്വർഗം ഈ തലമുറയിൽ പുറത്തെടുക്കുവാൻ വേണ്ടി പോകുന്നു. ചിലരെല്ലാം പ്രസംഗിച്ചു നടക്കുന്നുണ്ട്. പക്ഷേ സ്തോത്രം 1000 പേരോട് പ്രസംഗിക്കുന്നതിനേക്കാൾ എത്രയോ വലുതത്രേ 10,000 തുടർന്നതായ ബുക്കുകൾ. ഇതെന്റെ നോട്ടിലുള്ളതല്ല ഞാൻ പറയുന്നത്, ഇതൊരു പ്രവചന ശബ്ദമായി ഏറ്റെടുത്താണ്. പൗലോസ് അപ്പോസ്തലൻ പേരെടുത്തത് മറ്റുള്ളവരെ തകർക്കാനല്ല. ഇന്നും അമേരിക്കൻ പെന്തിക്കോസ് മുതലാളിമാരുടെ എന്നറിയപ്പെടുന്നതായ മാഫിയ സംഘങ്ങൾ പോലെ ദൈവജനത്തിനെതിരെ, ദൈവസഭയ്ക്കെതിരെ വെല്ലുവിളിക്കുന്ന പലതിനെയും കേട്ടിട്ട് സ്തോത്രം പലതും പേരെടുക്കുന്നവൻ പേരയാൽ തകർക്കപ്പെടുമ്പോൾ, പേരെടുക്കുന്നവൻ പേരയാൽ ഉടയ്ക്കപ്പെടുമ്പോൾ, എന്ത് വിതയ്ക്കുന്നു അവനവന്റെ സന്തതിയും അത് തന്നെ കൊയ്തു കൂട്ടുമ്പോൾ, സ്തോത്രം തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ പറയട്ടെ, പൗലോസ് പേരെടുത്ത് മറ്റുള്ളവനെ പൊട്ടിക്കാനല്ല, മറ്റുള്ളവനെ ഒതുക്കാനല്ല, മറ്റുള്ളവനെ തകർക്കാനല്ല, മറ്റുള്ളവനെ കുറ്റം പറയാനല്ല. കരയുന്ന സഭയുടെ കണ്ണുനീർ തുടയ്ക്കുവാൻ, കരയുന്ന സഭയെ ആശ്വസിപ്പിക്കാൻ താനിതാ പേനയെടുക്കുകയാണ്. നിനക്ക് ഫേസ്ബുക്ക് കാണാം, നിനക്ക് വാട്സപ്പ് കാണാം. നീ ഒരു വചനം പുറത്തു പറയുന്നെങ്കിൽ മറ്റുള്ളവനെ വേദനിപ്പിക്കാനല്ല, മറ്റുള്ളവനെ ആശ്വസിപ്പിക്കുന്നവനായിരിക്കുക. കാരണം പരിശുദ്ധാത്മാവ് ഉറക്കം കെടുത്തുന്നവനല്ല, പരിശുദ്ധാത്മാവ് ആശ്വാസം എടുക്കുന്നവനല്ല, അവൻ ഇന്ന് രാത്രിയിലും ആശ്വസിപ്പിക്കുന്നവനാണ്. പൗലോസ് ദൈവത്തിന്റെ സഭയെ ആശ്വസിപ്പിച്ചു പറയുന്നു, ഹേ സഹോദരന്മാരെ, സ്തോത്രം, അതെ, നിങ്ങൾ ജാതികളെ പോലെ മറ്റുള്ളവരെ പോലെ നിങ്ങൾ സ്തോത്രം കരയല്ല. പകരം എന്ത്, ഒരു ദിവസം യേശു കർത്താവ് മടങ്ങി വരും. ഹൗ ഹി ഈസ് ഗോയിങ് ടു കം ബാക്ക്, എങ്ങനെയാണ് കർത്താവ് കടന്നു വരുവാൻ വേണ്ടി പോകുന്നത്? അപ്പോസ്തലൻ ദൈവത്തിന്റെ വെളിപ്പാടിൽ കാണുന്നു, 3 ശബ്ദത്തോടു കൂടെ അവന് കടന്നു വരുന്നു. 3 ശബ്ദത്തോടു കൂടെ കടന്നു വരുമ്പോൾ 3 കാര്യങ്ങൾ ഭൂമിയിൽ സംഭവിക്കുന്നു. യേശു കർത്താവ്
കടന്നു വരുന്നത് 3 ശബ്ദത്തോടെ. അടുത്തിരിക്കുന്നത് അഫ്ഗാനിസ്ഥാൻ തീവ്രവാദി അല്ല എന്ന് ഉത്തമ ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ അടുത്തുള്ളവരെ തൊട്ട് പറഞ്ഞാട്ടെ 3 ശബ്ദങ്ങൾ. പെട്ടെന്ന് പറഞ്ഞാട്ടെ 3 ശബ്ദങ്ങൾ. 3 ശബ്ദങ്ങൾ. 1 അത് ദൈവത്തെ മാത്രം കുറിക്കുന്ന സംഖ്യയെങ്കിൽ, 2 ദൈവിക കൂട്ടായ്മയെ കുറിക്കുന്ന സംഖ്യയെങ്കിൽ, 3 അത് തൃത്വത്തെ കുറിക്കുന്ന സംഖ്യയാത്രേ. സ്തോത്രം. 3 ശബ്ദങ്ങളത്രേ കർത്താവ് യേശു ക്രിസ്തു വിശുദ്ധ സഭയെ ചേർപ്പാൻ വേണ്ടി ഈ ലോകത്തിൽ കടന്നു വരുമ്പോൾ അതേ മധ്യാകാശത്തിൽ വെളിപ്പെടുന്നത്. ഒന്നാമതായി തിരുവചനം പറയുന്നു, the shout of the Lord. കർത്താവിന്റെ ഗംഭീര നാദം. ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, കർത്താവിന്റെ ഗംഭീര നാദം. ഒരിക്കൽ കൂടെ ശക്തിയോടെ. വണ്ടർഫുൾ. ചെറുവയ്ക്കൽ കൺവെൻഷൻ വരാൻ അതാണ് പ്രാസിംഗർ ഇഷ്ടപ്പെടുന്നത്. ആമേൻ. കർത്താവ് താൻ ഗംഭീരം നാദത്തോടും. സ്തോത്രം. അതെ, ഒന്നാമതായി വെളിപ്പെടുവാൻ പോകുന്നതായി ശബ്ദം കർത്താവിന്റെ ഗംഭീര നാദം. നമ്മുടെ ദൈവത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അവൻ എവിടെ ഇറങ്ങുന്നു അവിടെയെല്ലാം ശബ്ദം ഉണ്ടാകും. ഞാൻ പറയട്ടെ, ശബ്ദമുള്ളിടത്തെല്ലാം ദൈവമുണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത്. പകരം സ്തോത്രം, ദൈവം എവിടെ ഇറങ്ങുന്നു അവിടെ എല്ലായിടത്തും ശബ്ദമുണ്ടാകും. ശബ്ദമുള്ളിടത്തെല്ലാം ദൈവമില്ലെങ്കിൽ സ്തോത്രം, ദൈവം എവിടെ ഇറങ്ങുന്നു അവിടെ എല്ലായിടത്തും ശബ്ദമുണ്ട്. ഓ, ഇന്ന് രാത്രിയിലും ആരോ പറയുന്നുണ്ടായിരിക്കും, അയ്യോ ഇതെന്തൊരു ശബ്ദമാണ് എന്നാരെങ്കിലും. BP കൂടി, ഭാര്യ പേടിയല്ല, ബ്ലഡ് പ്രഷർ, BP കൂടി ആരെങ്കിലും അതേ സ്തോത്രം ഈ രാത്രി ആയിരിക്കുന്നെങ്കിൽ സ്വർഗം is going to be the place of sound. ഓ, സ്വർഗം ഒരു ശബ്ദമുഖരിതമായ സ്ഥലമത്രേ. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ദൈവം കർത്താവ് പ്രകൃതിയും പ്രപഞ്ചത്തെ നോക്കി ഇപ്രകാരം പറഞ്ഞു, വെളിച്ചം ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ ചലനം, സൃഷ്ടിയുടെ ചലനം വെളിപ്പെട്ടപ്പോൾ ദൈവ ശബ്ദം ഒഴുകുന്നത് നിങ്ങൾക്ക് കാണുവാൻ തക്കോണം കഴിയും. അതേ, ദൈവം എവിടെ ഇറങ്ങി വരുന്നുവോ അവിടെ എല്ലായിടത്തും ദൈവിക ശബ്ദം ഉണ്ട്. ഇന്നേക്ക് 4000 വർഷങ്ങൾക്ക് മുമ്പ് സീനായി മലയിൽ കൽപ്പന കൊടുക്കുവാനായി സ്വർഗത്തിലെ ദൈവം മോശയുടെ മുൻപിൽ ഇതാ ഇറങ്ങുകയാണ്. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് കാണുവാൻ തക്കോണം കഴിയും. സ്തോത്രം. അതേ, ദൈവമായ കർത്താവ് സീനായി മലയിൽ ഇറങ്ങുമ്പോൾ ആ സീനായി മല ഒരു കുഞ്ഞാടിനെ പോലെ കിടന്ന് തുള്ളുകയാണ്. ഒരു പക്ഷേ ആ മലയ്ക്ക് നാവുണ്ടെങ്കിൽ, എനിക്ക് ചെവിയുണ്ടെങ്കിൽ, നാവും ചെവിയും ഉണ്ടെങ്കിൽ ആ മലയോട് നമ്മൾ പറയുകയാണ്, എന്തിനാ കിടന്ന് തുള്ളുന്നത്? ഇതൊരു പബ്ലിക് പ്ലേസ് ആണ്. ബി ക്വയറ്റ്, നീ ഒരു ശാന്തമായിരിക്കുക. പക്ഷേ ആ മലയ്ക്ക് പറയാൻ ഒരു കാര്യമുണ്ട്. സ്തോത്രം. അത് എൻ്റെ മേൽ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്, എൻ്റെ മേൽ ദൈവത്തിന്റെ മഹത്വമുള്ളത് കൊണ്ടത്രേ ഞാനിതാ കുലുങ്ങിക്കൊണ്ടിരിക്കുന്നത്. അർത്ഥം, ഇന്ന് രാത്രി ഇടതോ വലതോ മുൻപിലോ പിൻപിലോ ആരെങ്കിലും ചലിക്കുന്നെങ്കിൽ 1-ാം സമ്മാനം ലോട്ടറി അടിച്ചത് കൊണ്ടല്ല, പണത്തിനും പെരുമയ്ക്കും കുടുംബത്തിനും ജാതിക്കും മറ്റൊന്നിനും തരുവാൻ കഴിയാത്ത ദൈവത്തിന്റെ തിരുസാന്നിധ്യം അവിടെ മേൽ ഉള്ളത് കൊണ്ടത്രേ ഈ രാത്രിയിലും അത്യുന്നതനായ ദൈവത്തെ അവർ സ്തുതിക്കുന്നത്. ഓ, ദൈവത്തിന്റെ വചനം പറയുന്നു, സീനായി മലയിൽ കർത്താവ് ഇറങ്ങി വന്നു. ആ കാഴ്ച എപ്രകാരമായിരുന്നു? ആ മലയിൽ നിന്ന് ആകാശം സ്പർശിക്കത്തക്ക ക്രമത്തിൽ ഇതാ സ്തോത്രം തീ കത്തി ഉയരുന്നു. ആ പ്രദേശം മുഴുവൻ സ്തോത്രം ഇരുട്ടുകൊണ്ട് നിറഞ്ഞിരിക്കുന്നു. കാഹളനാദം കേൾക്കുന്നു, ഭൂമി കുലുങ്ങുന്നു, ഇടിനാദം പുറപ്പെടുന്നു. ഇന്ന് രാത്രി നിങ്ങളുടെ ഹൃദയത്തിന്റെ കണ്ണുകളെ ഒന്ന് തുറന്ന് ഒന്ന് കണ്ടാട്ടെ. ഇതാ തീ കത്തി പടരുകയാണ്, കാഹളനാദം കേൾക്കുകയാണ്. ഓ, ഭൂമി കുലുക്കമുണ്ടാകുകയാണ്. കാണുന്നവരൊക്കെ സ്തോത്രം ഭയപ്പെട്ടു പോയി. ആ 30 ലക്ഷത്തിലധികം വരുന്നതായ ജനം പറഞ്ഞു, ഓ മോശേ, ഈ ദൈവം ഞങ്ങളോട് സംസാരിച്ചാൽ ഞങ്ങൾ മരിച്ചു പോകും. മോശേ, നീ നേരിട്ട് ദൈവത്തിൽ നിന്ന് കേട്ടിട്ട് ഞങ്ങളോട് പറഞ്ഞാൽ മതി. കാരണം ദൈവം എവിടെ ഇറങ്ങുന്നു അവിടെ കർത്താവിന്റെ ഗംഭീര നാദം ഉണ്ട്. 4000 വർഷങ്ങൾക്ക് മുമ്പ് യഹൂദന്, അതായത് ഇസ്രായേലിന് വചനം, കൽപ്പന, പ്രമാണം, ഓ ചട്ടങ്ങൾ, വിധികൾ ഒക്കെ നൽകുവാനായി ദൈവം ഇറങ്ങിയപ്പോൾ സീനായി മലയിൽ ശബ്ദം വെളിപ്പെട്ടു. എന്നാൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് അതേ ദൈവം തന്നെ വേഷത്തിൽ മനുഷ്യനായി ഈ ലോകത്തിലേക്ക് കടന്നു വരികയുണ്ടായി. അവൻ ലാസറിന്റെ കല്ലറയ്ക്ക് അരികിൽ എത്തി. തന്റെ പബ്ലിക് മിനിസ്ട്രിയിൽ, തന്റെ പരസ്യ ശുശ്രൂഷയിൽ കർത്താവ് യേശു ഏറ്റവും താമസിച്ചു വന്ന ഒരു ഈവന്റ് ആയിരുന്നു അത്. ഇന്ന് രാത്രിയിലും ആരോ പറയുന്നു, 2015 തീരാറായി, ഞാൻ പ്രാർത്ഥിച്ച് അധികം ഇതാ കാത്തിരിക്കുകയാണ്, ഞാൻ ഉപവസിച്ച് കാത്തിരിക്കുകയാണ്. കർത്താവ് നേരത്തെ വരുമെന്ന് വിചാരിച്ചു, അവൻ വന്നില്ല, എന്റെ ജീവിതത്തിന് മറുപടി അയച്ചില്ല. ഈ രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, അധികം കാത്തിരിക്കുന്നെങ്കിൽ അധികം മഹത്വം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടും.
യേശു കർത്താവ് സ്തോത്രം അതേ ആ കല്ലറക്കരികിൽ നിന്ന് എന്നിട്ട് പറഞ്ഞു കല്ല് മാറ്റ്. എന്നിട്ട് അവൻ ഇപ്രകാരം പറയുന്നു, ലാസറേ പുറത്തു വരിക, ലാസറേ പുറത്തു വരിക എന്ന് പറയുന്ന കർത്താവിന്റെ ഗംഭീര നാദം. ലാസറേ പുറത്തു വരിക. ശ്രദ്ധിക്കുക, ലാസറേ പുറത്തു വരിക. ജസ്റ്റ് പുറത്തു വരിക എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ജോൺസൺകളെ അതുവരെ മരിച്ചതായ എല്ലാവരും എഴുന്നേറ്റ് വന്നേനെ. എന്നാൽ അന്ന് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഒന്നാമത്തെ വരവെങ്കിൽ ലാസർ മാത്രം പുറത്തു വന്നാൽ മതിയായിരുന്നു. എന്നാൽ ഇനി യേശു കർത്താവ് കടന്നു വരുമ്പോൾ, ഇനി യേശു കർത്താവ് മടങ്ങി വരുമ്പോൾ, ഹലോ, ഇനി യേശു കർത്താവ് മടങ്ങി വരുമ്പോൾ ആദ്യം കത്തോലിക്കൻ വാ, പിന്നെ ഓർത്തഡോക്സ് വാ, പിന്നെ പ്രസ്ബിറ്റേറിയൻ വാ. സംഘടനയായിട്ടല്ല അവൻ വിളിക്കുന്നത്. നമുക്ക് ഒരു കർത്താവേ ഉള്ളൂ, അവന് ഒരു സഭയേ ഉള്ളൂ. തിരുവചനം അനുസരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിൽ നിയന്ത്രിക്കപ്പെടുന്ന ദൈവത്തിന്റെ സഭ. ഈ മധ്യാകാശത്തിൽ അവൻ ഇറങ്ങി നിന്നിട്ട് ഇപ്രകാരം വിളിച്ചു പറയും, come up here, ഇവിടെ കയറി വരുവേൻ, ഇവിടെ കയറി വരുവേൻ. ഈ മധ്യാകാശത്തിലൊരു ശബ്ദം നിങ്ങൾ കേൾക്കുവാൻ വേണ്ടി പോകുന്നു. ദൈവാത്മാവുള്ളവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. യെസ്, നിങ്ങളൊരു ശബ്ദം കേൾക്കുവാൻ വേണ്ടി പോകുന്നു. ഇവിടെ കയറി വരുവിൻ എന്നുള്ളതായ ശബ്ദം. ആ ശബ്ദത്തിന്റെ പേരത്രേ കർത്താവിന്റെ ഗംഭീര നാദം. ഒരിക്കൽ കൂടെ പറഞ്ഞാട്ടെ, കർത്താവിന്റെ ഗംഭീര നാദം. മുഴു സഭയും നോക്കി രക്ഷിക്കപ്പെട്ട സകല ജനത്തെ സ്തോത്രം അത് വിളിച്ച് തന്റെ പക്ഷം ചേർക്കുവാൻ, തന്റെ സ്തോത്രം സന്നിധിയിലേക്ക് ചേർക്കുവാൻ മധ്യാകാശത്തിൽ വെളിപ്പെടുന്ന ഒന്നാം സ്വരം കർത്താവിന്റെ ഗംഭീര നാദം. രണ്ടാമതായി തിരുവചനം പറയുന്നു, രണ്ടാമത്തെ സ്വരമത്രേ പ്രധാന ദൂതന്റെ ശബ്ദം. ഒരിക്കൽ കൂടെ എല്ലാവരും പറയുമോ? പ്രധാന ദൂതന്റെ ശബ്ദം. കൊച്ചുമക്കൾ ഉൾപ്പെടെ ഉള്ളവർ പറയുന്നല്ലോ. ഒരിക്കൽ കൂടെ അങ്കിളിന് ഇഷ്ടപ്പെട്ടു, ഒരിക്കൽ കൂടെ പറഞ്ഞോട്ടെ, പ്രധാന ദൂതന്റെ ശബ്ദം. ഹേ, ഹു ഈസ് ദ, ആരാണ് ഈ പ്രധാന ദൂതൻ എന്ന് പറയുന്നത്? പ്രധാന ദൂതൻ ഗബ്രിയേൽ അല്ല, പ്രധാന ദൂതൻ മിഖായേൽ അത്രേ. മിഖായേൽ ദൂതനൊരു പ്രത്യേകതയുണ്ട്. എവിടെ സ്വർഗീയ സൈന്യം ഇറങ്ങി വെട്ടി നിരത്തുന്നു, എവിടെ സ്വർഗീയ സൈന്യം ഇറങ്ങി യുദ്ധം ചെയ്യുന്നു, അവിടെ പ്രധാന ദൂതനാകുന്ന മിഖായേലായിരിക്കും ആ യുദ്ധത്തെ നയിക്കുന്നത് എന്ന് തിരുവചനം പറയുന്നു. ഇന്ന് രാത്രിയിൽ കണ്ണുനീർ താഴ്വരയിലൂടെ ആരെങ്കിലും പോകുന്നു? ഇന്ന് രാത്രി ജീവിതത്തിന്റെ ഏറ്റവും വലിയ അർദ്ധരാത്രിയിലൂടെ ഒറ്റയ്ക്ക് ആരെങ്കിലും യാത്ര ചെയ്യുന്നു? ദാവീദിലേക്ക് നോക്ക്, അവൻ ബാഖാ താഴ്വരയിലൂടെ ഒരു ദിവസം കടന്നു പോകുകയായിരുന്നു. ബാഖാ താഴ്വര എന്ന് പറഞ്ഞാൽ അത് കണ്ണുനീരിന്റെ താഴ്വര. ആ താഴ്വരയിലൂടെ അവൻ കടന്നു പോകുമ്പോൾ സ്തോത്രം സ്വർഗത്തിൽ ദൈവം പറഞ്ഞു, അതെ ദാവീദേ, നീ ഒറ്റയ്ക്കല്ല സ്തോത്രം ഈ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുന്നത്. എന്റെ ദൂതന്മാർ മൾബറി ചെടിയിൽ നടക്കുന്നത് നീ കേൾക്ക തന്നെ ചെയ്യ. ഇന്ന് രാത്രി പോരാട്ടത്തിന്റെ താഴ്വരയിലൂടെ ദൈവദാസന്മാരെ നിശബ്ദമായ കണ്ണുനീർ പൊഴിച്ച് നീയും ഞാൻ ഇറങ്ങി ചെല്ലുമ്പോൾ പ്രവാചകനല്ല, പാസ്റ്ററല്ല നിന്റെ കൂടെ നടക്കുന്നത്. നിന്നോട് പൊരുതുന്നവരോട് ഞാൻ പൊരുതും. നിന്നോട് വാദിക്കുന്നവരോട് ഞാൻ വാദിക്കും. യുദ്ധം എന്റേത് എന്നരളി ചെയ്തവനായ ദൈവം നിന്റെ കൂടെ നടക്ക്. യേശുവിന്റെ നാമത്തിൽ 2013, 2014, 2015 അവസാനമായിട്ട് നിന്റെ യുദ്ധം തീർന്നിട്ടില്ല എങ്കിൽ ഈ രാത്രി നിവർന്നിരിക്ക്, തല ഉയർത്ത് നല്ലൊരു ഹല്ലേലൂയ പറയാൻ ഒരുക്കിക്കോ. കാരണം എന്ത്? യുദ്ധം നിന്റേത് അല്ല, യുദ്ധം ദൈവത്തിൻ്റെതത്രേ. Come on, come on. യുദ്ധം നിന്റേതല്ല, യുദ്ധം ദൈവത്തിൻ്റെതത്രേ. യുദ്ധം ദൈവത്തിൻ്റെതെങ്കിൽ ജയം നിന്റെതത്രേ. യുദ്ധം ദൈവത്തിൻ്റെതെങ്കിൽ ജയം നിന്റെതത്രേ. ജയം നിന്റെതെങ്കിൽ പരാജയം പിശാചിൻ്റെതത്രേ. ഹല്ലേലൂയ. യുദ്ധം ദൈവത്തിൻ്റെത്. വിളിച്ചു പറ, യുദ്ധം ദൈവത്തിൻ്റെത്. ഒരിക്കൽ കൂടെ വലത് കരങ്ങൾ ഉയർത്തി, യുദ്ധം ദൈവത്തിൻ്റെത്. അങ്ങനെയെങ്കിൽ ജയം എന്റേത്. വലത് കരം ഉയർത്തി പറയാമോ? ജയം എന്റേത്. ഒരിക്കൽ കൂടെ അധികാരത്തോടെ പറ, പമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുവാൻ അധികാരം നൽകിയ നസ്രേയുടെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ചെറുവയ്ക്കൽ ദൈവത്തിന്റെ ജനം തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് നോക്കി പ്രഖ്യാപിച്ചു പറഞ്ഞാട്ടെ, പരാജയം പിശാചിൻ്റെത്. യുദ്ധം ദൈവത്തിൻ്റെത്, ജയം നിന്റേത്. നിനക്ക് ചെറിയ യുദ്ധമാണെങ്കിൽ ചെറിയ ജയമാണ്. നിനക്ക് വലിയ പ്രശ്നമുണ്ടെങ്കിൽ വലിയ ജയം നിന്റെ മുൻപിലുണ്ട്. അവൻ നിനക്ക് മുൻപായി പുറപ്പെടുകയാണ്.
സഭയുടെ ആരംഭ നിമിഷം മുതൽ ഇന്ന് രാത്രി വരെ ദൈവസഭയുടെ ചരിത്രം നോക്കിയാൽ നമുക്ക് കാണുവാൻ തൊക്കണം കഴിയും. ദൈവസഭ എവിടെ ഉലഞ്ഞുവോ അവിടെ എല്ലായിടത്തും ഉയർച്ചയാണ് ഉണ്ടായിട്ടുള്ളത്. നിന്നെ കൊണ്ടുവന്നത് ചിലപ്പോൾ ചില കാറായിരിക്കും, നീ ഇവിടെ വന്നത് ബസ്സിലായിരിക്കും, ഒരു വെഹിക്കിൾ, ഒരു വാഹനമാണ് നിന്നെ ഇവിടെ എത്തിച്ചതുപോലെ ചില സന്ദർഭങ്ങളിൽ ചില പോരാട്ടങ്ങളാണ് നമ്മളെ മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് നടത്തുന്നത്. ദൈവസഭ ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപോകുന്നത് വരെയും ഈ പോരാട്ടം പിന്തുടരും, മറന്നു പോകല്ല. എന്നാൽ സ്തോത്രം, സഭയ്ക്കെതിരെ അന്നും ഇന്നും തലങ്ങും വിലങ്ങും അധികാരികളിലൂടെ ഭരണചക്രം തിരിക്കുന്നവരിലൂടെ ഒക്കെ പ്രവർത്തിച്ചതായ അന്ധകാര ശക്തി, സ്തോത്രം, റാപ്ചർ ഓഫ് ദ ചർച്ച്, ദൈവസഭ ഈ ഭൂമിയിൽ നിന്ന് അത് എടുത്തുകൊള്ളപ്പെടുന്നത് കാണുമ്പോൾ കോടിക്കണക്കിന് ജനം ഈയം പാറ്റകൾ പോലെ ഈ നക്ഷത്ര മണ്ഡലം താണ്ടി മധ്യാകാശത്തിലേക്ക് ഉയരുന്നത് കാണുമ്പോൾ ആ അന്ധകാര ശക്തികൾ കയറങ്ങളെ അടിച്ച് നന്നായിരിക്കുന്നു എന്ന് പറയത്തില്ല. സ്തോത്രം, ദൈവത്തിന്റെ ആ പ്രോസസ്സിനെ, ദൈവിക പരിപാടിയെ താളടിയാക്കുവാൻ അന്ധകാര ശക്തികൾ പാഞ്ഞെടുക്കും. ആ അന്ധകാര ശക്തികൾ റാപ്ചർ ഓഫ് ദ ചർച്ച്, ദൈവസഭയുടെ ഉൾപ്രാവണത്തെ ഡിസ്റ്റർബ് ചെയ്യുവാൻ, ദൈവസഭയുടെ ഉൾപ്രാവണത്തെ ശല്യപ്പെടുത്തുവാൻ, ഭംഗം വരുത്തുവാൻ, ദൈവിക പരിപാടിയെ ഭംഗം വരുത്തുവാൻ, അതിന്നുണ്ടല്ലോ ദൈവിക പരിപാടികളെ, ദൈവിക പദ്ധതികളെ ഇന്നും ഭംഗം വരുത്തുവാൻ പണം വിടർത്തി ആടുന്ന സ്തോത്രം വിഷസർപ്പം പോലെ ഇന്നും അന്ധകാര ശക്തികൾ വ്യാപരിക്കുന്നല്ലോ. പക്ഷേ അവൻ അന്ന് മാത്രമല്ല ഇന്നും പരാജയപ്പെട്ടവനെന്ന് ദൈവത്തെ നാം തിരിച്ചറിയട്ടെ. അദൈവിക പദ്ധതിയെ സ്തോത്രം അവൻ ഭംഗം വരുത്തുവാൻ അന്ധകാര ശക്തികൾ പാഞ്ഞെടുക്കുമ്പോൾ പ്രധാന ദൂതനാകുന്ന മിഖായേൽ താടിക്ക് കൈയും കൊടുത്ത് വെറുതെ ഇരിക്കത്തില്ല. കുഞ്ഞേ, സ്തോത്രം, അത് അവൻ മിണ്ടാതിരിക്കത്തില്ല. ഗ്യാസ് ഉണ്ടെങ്കിലും അനങ്ങാത്ത കുറ്റി പോലെ അവൻ മിണ്ടാതിരിക്കത്തില്ല. പകരം സ്തോത്രം, അദൈവിക പദ്ധതിയെ ഭംഗം വരുത്തുവാൻ പാഞ്ഞെടുക്കുന്ന അന്ധകാര ശക്തിയെ ഫൽസിച്ചു മാറ്റുന്ന, ഞാൻ ആവർത്തിക്കുന്നു, ഫൽസിച്ചു മാറ്റുന്ന ജയത്തിന്റെ സ്വരമത്രേ പ്രധാന ദൂതന്റെ ശബ്ദം. ജയത്തിന്റെ സ്വരം. രണ്ടുപേരെ തൊട്ട് വേഗത്തിൽ പറഞ്ഞാട്ടെ, ജയം നമുക്കുള്ളത്, ജയം നമുക്കുള്ളത്, ജയം നമുക്കുള്ളത്. ജയം സ്തോത്രം UDF-നോ LDF-നോ മുളച്ചു വരുന്ന മൂന്നാം മുന്നണിക്കോ ഉള്ളതല്ല. ഇന്ന് രാത്രി കേട്ടിരിക്കെ, ജയം ദൈവ ജനത്തിന് ഉള്ളതത്രേ. ഇന്ന് മാത്രമല്ല, നാളെ മാത്രമല്ല, എവിടെ ചെന്നാലും ദൈവദാസന്മാർ ഏറ്റെടുക്കുക. ഏത് വില്ലേജിൽ നിന്നാലും, ഏത് സിറ്റിയിൽ പോയാലും, ഏത് കൾച്ചറിൽ പോയാലും, ഏത് കളറിൽ നിന്നാലും കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് കരങ്ങളെ ഉയർത്തി സ്തോത്രം ചെയ്താണ്. കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. നീ ജയം പറഞ്ഞാട്ടെ, നീ ജയം പാടിയാട്ടെ, നീ ജയം ചിന്തിച്ചാട്ടെ. ഇഫ് യു ബോൺ അഗൈൻ, യു ജസ്റ്റ് ബോൺ ഫോർ വിക്ടറി. നീ വീണ്ടും ജനനം പ്രാപിച്ചിരിക്കുന്നുവെങ്കിൽ ദൈവം നിന്നെ ജയിപ്പാനായി ജനിപ്പിച്ചിരിക്കുന്നു. ഓ, ദൈവത്തിന്റെ സഭ ഉൾപ്രാവണം പ്രാപിച്ച കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു പോകുമ്പോൾ ആ ദൈവസഭയെ ഡിസ്ട്രാക്ട് ചെയ്യാൻ, ആ ദൈവിക ഭക്തിക്ക് ഭംഗം വരുത്തുവാൻ പാഞ്ഞെടുക്കുന്ന അന്ധകാര ശക്തിയെ ഫലിച്ചു മാറ്റുന്ന ജയത്തിന്റെ സ്വരമാണ് പ്രധാന ദൂതന്റെ സ്വരം. അതിനർത്ഥം സഭയ്ക്ക് പരാജയം ഇല്ല. എക്സ്ക്യൂസ് മീ, ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, സഭയ്ക്ക് പരാജയം ഇല്ല. തിരുവനന്തപുരത്ത് ആര് ജയിച്ചോ, ഡൽഹിയിൽ ആരിയ്ക്കുന്നു, ഐ വോണ്ട് കെയർ. എന്റെ കർത്താവ് ഉറങ്ങുന്നില്ല, എന്റെ കർത്താവ് മയങ്ങുന്നില്ല. അവൻ 5 വർഷം ദൈവമല്ല. ദൈവത്തിന്റെ സഭയെ തകർക്കാൻ ആർക്കും കഴിയത്തില്ല. ഹല്ലേലൂയ. എത്രത്തോളം ദൈവസഭയെ സ്തോത്രം തകർക്കാൻ പിശാച് നോക്കുമോ, എത്രത്തോളം നിന്നെ അടിക്കാൻ, എന്നെ അടിക്കാൻ സാത്താൻ നോക്കുമോ, എത്രത്തോളം തല്ലുകൊള്ളോ നമ്മൾ പൊട്ടിപ്പോകത്തില്ല. എത്രത്തോളം അടികൊള്ളുമോ അത്രത്തോളം മൂർച്ച കൂടും. എത്രത്തോളം മൂർച്ച കൂടുമോ അത്രത്തോളം പിശാചിനും അവന്റെ സൈന്യത്തിനും അവന്റെ രാജ്യത്തിനും ഡാമേജ് ആയിരിക്കും. മനസ്സിലായവർ ആമേൻ പറഞ്ഞാട്ടെ. ദൈവത്തിന്റെ സഭ ഒരിക്കലും പരാജയപ്പെടുന്നത് ഇല്ല. ഓൾമോസ്റ്റ് 1.5 വർഷം മുമ്പ് ഇന്തോനേഷ്യയിൽ ഒരു പാസ്റ്റേഴ്സ് കോൺഫറൻസിന് ക്രൂസൈഡുമായിരിക്കുന്നതായ സമയത്ത് അവിടുത്തെ ദൈവദാസന്മാർ ഈ പ്രകാരം പറഞ്ഞു, ബ്രദർ, 2004 വരെ ഇവിടെ വേദപുസ്തകം കൊണ്ട് പുറത്തിറങ്ങാൻ കഴിയത്തില്ല. പ്രത്യേക സുമാത്ര എന്നറിയപ്പെടുന്നതായ പട്ടണത്തിൽ ഒരു ക്രിസ്മസ് സ്റ്റാർ പോലും കെട്ടുവാൻ കഴിയത്തില്ല. സ്തോത്രം, അതേ, പരസ്യമായി കൂടി വന്ന് ആരാധിപ്പാൻ കഴിയത്തില്ല. അതായിരുന്നു ഇന്തോനേഷ്യ. ഞാൻ പറഞ്ഞു, വർഷങ്ങൾക്ക് മുമ്പ്, നിങ്ങൾ ചിലർ ഓർക്കുന്നുണ്ടായിരിക്കും, മലയാള മനോരമയിൽ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് 15 വർഷങ്ങൾക്ക് മുമ്പ്
മുമ്പ്. ആ റിപ്പോർട്ട് ഇതാണ്. സ്തോത്രം. ആ മനോരമ ട്രിവാൻഡ്രം എഡിഷനിൽ വലതുവശത്തെ താഴെ കാണുന്നതായ ആ റിപ്പോർട്ടിൽ ആ വലതുവശത്തെ പേജിൽ താഴെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. മക്കളെ കേക്ക്, എന്റെ മീറ്റിംഗിൽ ഇരുന്ന് ഏവം ബഹളം ഉണ്ടാക്കിയാലും അവനല്ല എന്നെ പോലെ പ്രസംഗിക്കും. സ്തോത്രം. അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക. ആമേൻ. നോക്കിക്കേ എന്താ സംഭവിച്ച? കാരണം ഉള്ളതല്ലേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഉള്ളതല്ലേ കൊടുക്കാൻ പറ്റും. ചിലർ പിള്ളേരെ ശപിക്കാറുണ്ട് പോലും. ഉള്ളതല്ലേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായില്ല, മീറ്റിംഗ് കഴിയുമ്പോൾ മനസ്സിലാവും. സ്തോത്രം. അതെ, നോക്കേ, അതെ, സുമാത്ര പട്ടണത്തെക്കുറിച്ച് ഒരു ന്യൂസ് മനോരമ പേപ്പറിന്റെ സ്തോത്രം വലതുവശത്തെ പേജിൽ ബോട്ടം ലൈനിൽ ഉണ്ടായിരുന്നു. ഒരു 4 കോളം നിറഞ്ഞത് വിത്ത് എ ഫോട്ടോഗ്രാഫ്. ആ ഫോട്ടോ ഇതാണ്. ഒരു മനുഷ്യൻ സ്തോത്രം ഒരു ബൈക്കിന്റെ പിൻപിൽ 2 പെൺകുട്ടികളെ തലയും പിടിച്ച് ഇരിക്കുന്ന സ്തോത്രം. അതിങ്ങനെയാണ് അതിന്റെ റിപ്പോർട്ട് വന്നത്. ഇവർ ക്രിസ്ത്യാനികളായി തീർന്നത് കൊണ്ട് അവരെ ശിരച്ഛേദനം ചെയ്തിട്ട് സുമാത്ര ടൗണിലൂടെ ആയിരക്കണക്കിന് 10,000-കണക്കിന് ജനം കാണുക. സ്തോത്രം. പകൽ വെളിച്ചത്തിൽ ആ 2 കുഞ്ഞുങ്ങളുടെ തലയും കൊണ്ട് ആ സ്തോത്രം ഭീകരവാദികളായ അല്ലെങ്കിൽ തീവ്രവാദികളായ ആ യുവാക്കൾ കടന്നുപോയി. വാണിംഗ് ഇതാണ്: നിങ്ങൾ ആരെങ്കിലും ക്രിസ്ത്യാനികളായാൽ നിന്റെ തലയും ഇതുപോലെ ആയിത്തീരും. ബൈബിൾ പുറത്തിറക്കാൻ കഴിയാത്ത സുമാത്ര പട്ടണം വളരെ സ്തോത്രം വൈരാഗ്യത്തിൽ നിറയപ്പെട്ട ഒരു മേയർ അവർക്കുണ്ടായിരുന്നു. 2004 സഭ ഏകദേശം 3000-ഓളം ക്രിസ്ത്യാനികൾ ആ പട്ടണത്തിലുണ്ട്. എല്ലാ സംഘടനയിൽപ്പെട്ടവർ. അവർ പോയി സ്തോത്രം അവിടുത്തെ മേയറോട് പറഞ്ഞു, പിന്നെ ഞങ്ങൾക്ക് ക്രിസ്മസ് ആഘോഷിക്കണം. എത്ര ചോദിച്ചിട്ടും ആ മനുഷ്യൻ പെർമിഷൻ നൽകുന്നില്ല. ഒടുവിലായി താൻ പറഞ്ഞു, ഞാൻ ജീവനോടെ ഉള്ള കാലം ഈ പട്ടണത്തിനകത്ത് ഒരിക്കലും നിങ്ങൾ ക്രിസ്മസ് ആഘോഷിപ്പാൻ ഞാൻ അനുവദിക്കത്തില്ല. ഫൈനലി ആ മനുഷ്യൻ പറഞ്ഞു, സ്തോത്രം, അങ്ങനെ നിങ്ങൾക്ക് ആഘോഷിക്കണമെങ്കിൽ ഈ പട്ടണത്തിന് പുറത്ത് 20 കിലോമീറ്റർ അകലെ വലിയൊരു പർവ്വതമുണ്ട്, അതിന് മുകളിൽ നിങ്ങൾ കടന്നുപോയാട്ടെ. അവർ പറഞ്ഞു, ഓക്കെ, ഗുഡ്, നല്ല കാര്യം. ഒത്തിരി വർഷത്തിന് ശേഷം അവർ തങ്ങളുടെ ഡ്രസ്സ് എടുത്തു. സ്തോത്രം. ക്രിസ്മസ് ആഘോഷണ അതെ സാധനങ്ങൾ എടുത്തു. കേക്കും മറ്റുമായിരിക്കാം, ഐ ഡോണ്ട് നോ. അതെടുത്ത് 3000 ക്രിസ്ത്യാനികൾ ആ മലയുടെ മണ്ടയ്ക്ക് പോയി. 24-ാം തീയതി വൈകിട്ട് അവർ ഇവിടെ എത്തി. രാത്രിയിൽ അവർ കരോൾ ആചരിച്ചു, അവർ പാട്ടുപാടി, ദൈവവചനം പ്രസംഗിച്ചു. ആ രാത്രിയിൽ അവർ പാർത്തു. സ്തോത്രം. 25-ാം തീയതി ആഘോഷത്തിന് ശേഷം ആ പുലർകാലത്ത് അവർ താഴേക്ക് വരുവാൻ വട്ടം കൂട്ടുമ്പോൾ ഭയങ്കര ശബ്ദം താഴ്വരെ കേട്ടു. ആ മലയുടെ മണ്ടയ്ക്ക് നിന്ന് അവർ താഴേക്ക് നോക്കുമ്പോൾ ഏകദേശം 35 അടി ഉയരത്തിൽ, സ്തോത്രം, 10 മീറ്റർ ഉയരത്തിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ വെള്ളം സുമാത്ര പട്ടണത്തെ മൂടുകയാണ്. മനസ്സിലായോ? ലോകം അതിന് സുനാമി എന്ന് പേര് വിളിച്ചു. സുനാമിയിൽ 2 ലക്ഷം സുമാത്രക്കാർ കൊല്ലപ്പെട്ടു. യേശുവിൽ വിശ്വസിച്ച 3000 പേർ രക്ഷപ്പെട്ടു. ആമേൻ. പല സമയത്തെ ക്രിസ്ത്യാനിയെ നിനക്കറിയത്തില്ല നിന്റെ പ്രയോറിറ്റി എന്താണ്. കർത്താവ് പറഞ്ഞു, നിന്നോട് കൂടെയുള്ളവൻ അതേ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ അത്രേ. പ്രവാചകൻ പറയുന്നു, നമ്മോട് കൂടെയുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ അത്രേ. ഇന്ന് രാത്രി നീ ദൈവസഭയെങ്കിൽ കൂടോത്രമല്ല നിനക്ക്, മന്ത്രവാദനമല്ല നിനക്ക്, പോരാട്ടമല്ല നിനക്ക്. സ്തോത്രം. അതേ ദൈവം നിന്നോട് കൂടെ. യേശു കർത്താവ് മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നിന്റെ ഉള്ളിൽ. ശക്തനായ ആത്മാവായ പരിശുദ്ധ ആത്മാവ് നിന്റെ മേൽ. ലോക്കൽ പോലീസുകാരല്ല, ദൈവത്തിന്റെ ദൂതന്മാർ നിനക്ക് ചുറ്റും. അയ്യോ, നിങ്ങൾ മിണ്ടുന്നില്ല. പുതിയ നിയമത്തിലെ ഒരു ക്രിസ്ത്യാനി നോക്കി, ഒരു ദൈവവേദന നോക്കി ഞാൻ വീണ്ടും പറയട്ടെ, ദൈവം നിന്നോട് കൂടെ. സ്തോത്ര. കർത്താവ് യേശു നിന്റെ ഉള്ളിൽ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ, ദൂതന്മാർ നിന്റെ ചുറ്റും. യു ആർ മോർ ദാൻ കോൺഗേഴ്സ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. ക്രിസ്തു യേശുവിൽ നിങ്ങൾ പൂർണ്ണ ജയം പ്രാപിക്കുന്നവർ അത്രേ. നിന്നെ തൊടുന്നവർ കർത്താവിന്റെ കണ്ണിനെ തൊടുന്നു. നീ മതിലില്ലാതെ തുറന്നു കിടക്കുകയല്ല, പകരം ഹൃദയ കണ്ണ് തുറന്നു നോക്കിയാൽ മതിലില്ലാതെ തുറന്നു കിടന്നാലും നിനക്ക് ചുറ്റും ഒരു തീ മതില് നിനക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. സഭയ്ക്ക് പരാജയമില്ല, സഭ ജയിക്കുന്നത് അത്രേ. ആകാശത്തിൽ വെളിപ്പെടുന്ന സ്വരവും ഒരു ജയത്തിന്റെ സ്വരമത്രേ. ജീവനുള്ളവർ കരങ്ങളെ അടിച്ച് ആർപ്പെട്ട ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഈ കരങ്ങളെ ചേർത്തടിച്ച് ആമേൻ. ഒന്നാമതായി കർത്താവിന്റെ ഗംഭീരനാദം, രണ്ടാമത് പ്രധാന ദൂതന്റെ ശബ്ദം, മൂന്നാമത്തെ സ്വരമത്രേ ദൈവത്തിന്റെ കാഹള ധ്വനി. മക്കളെ ഒരിക്കൽ കൂടെ പറഞ്ഞാട്ടെ ഉത്സാഹത്തോടെ, ദൈവത്തിന്റെ കാഹള ധ്വനി. Come on, one more time. ദൈവത്തിന്റെ കാഹള ധ്വനി. പഴയ നിയമത്തിലും കാഹളമുണ്ട്, പുതിയ നിയമത്തിലും കാഹളമുണ്ട്. പക്ഷെ പഴയ നിയമത്തിലെ കാഹളം ഭൂമിയിൽ നിർമ്മിച്ചു, പുതിയ നിയമത്തിലെ കാഹളം സ്വർഗത്തിൽ നിർമ്മിക്കുന്നു.
പഴയ നിയമത്തിലെ കാഹളം മെയ്ഡ് ഇൻ എർത്ത്, പുതിയ നിയമത്തിലെ കാഹളം ഫോറിൻ അത്രേ. ഗ്രേഡ് കൂടും. പുതിയ നിയമത്തിലെ കാഹളം സ്തോത്രം സ്വർഗത്തിലത്രേ. ഇന്ന് രാത്രി എത്ര പേർ പുതിയ നിയമത്തിലെ വിശ്വാസികൾ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്? സ്തോത്രം. പഴയ നിയമം കീറിക്കളയണമെന്നല്ല ഞാൻ പറഞ്ഞത്. അയ്യോ സ്തോത്രം, അത് തെറ്റാണ് കേട്ടോ. യേശു കർത്താവിന് പോലെ ന്യായപ്രമാണത്തെ നീക്കാൻ പറ്റിയില്ല. അവൻ നിവർത്തിപ്പാനാണ് വന്നിരിക്കുന്നത്. ഇന്ന് തിരുവനന്തപുരം മുതൽ ചങ്ങനാശ്ശേരി വരെ ഇന്നലകളിൽ വളർന്നു വന്ന ചില തകരകർ പറയുന്നു സ്തോത്രം, അവന്റെ ചതിക്കുടിയിൽ നിവിടരുത്. ആകാശവും ഭൂമിയും മാറിയാലും ദൈവത്തിന്റെ വചനം ഒരിക്കലും മാറ്റുവാൻ ആർക്കും കഴിയത്തില്ല. ബൈബിൾ പറയുന്നു പ്രിയ സഹോദരങ്ങളെ, പഴയ നിയമത്തിൽ കാഹളമുണ്ട്. ഇസ്രായേൽ സഭയെ ഒരുമിച്ച് കൂട്ടുവാൻ, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നയിക്കുവാൻ പഴയ നിയമത്തിൽ കാഹളം ഉണ്ടായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിലെ കാഹളം സ്വർഗത്തിൽ നിർമ്മിച്ച കാഹളം. എന്താ കാര്യം? പഴയ നിയമത്തിൽ ദൈവത്തിന് സ്നേഹിതന്മാരുണ്ടായിരുന്നു. പഴയ നിയമത്തിൽ ദൈവത്തിന് ദാസിദാസന്മാരുണ്ടായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ നമ്മൾ സ്നേഹിതരല്ല. ചിലർ പാടുന്നുണ്ട് ഐ ആം ദ ഫ്രണ്ട് ഓഫ് ഗാഡ്. കള്ളമാണ് പാടിയത്. സ്തോത്രം. ഐ ആം ദ സൺ ഓഫ് ഗാഡ്. കാരണം സ്തോത്രം, അതെ, ഫ്രണ്ട് എന്ന് പറയുന്നതിനേക്കാൾ ഒത്തിരി അഭിമാനമാണ് ഞാൻ ദൈവത്തിന്റെ മകൻ എന്ന് പറയുന്നത്. കേട്ടവർ ആമേൻ പറഞ്ഞാട്ടെ. പഴയ നിയമത്തിൽ ദൈവത്തിന് സ്നേഹിതരെങ്കിൽ പുതിയ നിയമത്തിൽ ദൈവത്തിന് മക്കളത്രേ. പഴയ നിയമത്തിൽ മഹത്വം മലയുടെ മണ്ടയ്ക്കായിരുന്നു. പഴയ നിയമത്തിൽ മഹത്വം സമാഗമന കൂടാരത്തിലായിരുന്നു. പഴയ നിയമത്തിൽ മഹത്വം ആലയത്തിലായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ മഹത്വം പത്തനംതിട്ടയ്ക്കപ്പുറത്തല്ല, ആണ്ടിൽ ഒന്ന് പൊങ്ങുന്നതല്ല. മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നിന്റെ ഉള്ളിൽ ഇരിക്കുന്നു. പുതിയ നിയമത്തിൽ മഹത്വം പുറത്തല്ല, പുതിയ നിയമത്തിൽ മഹത്വം അകത്തത്രേ. പഴയ നിയമത്തിൽ ആത്മാവ് വന്നും പോയും നിന്നു. എന്നാൽ പുതിയ നിയമത്തിൽ സഭായോഗത്തിന് രണ്ടാമത്തെ പാട്ട് 120-നപ്പുറം ടെമ്പോ ഇടുമ്പോൾ മാത്രം ഇറങ്ങി വരുന്നവനല്ല പരിശുദ്ധാത്മാവ്. 24 മണിക്കൂറും 365 ദിവസവും ഒരിക്കലും വിട്ടുമാറാതെ നിന്നോട് കൂടെ ഇരിക്കുന്നവനാണ് പരിശുദ്ധ ആത്മാവ്. പഴയ നിയമത്തിൽ ഭക്തന്റെ അതേ പ്രാർത്ഥനയെ തടഞ്ഞു നിർത്തുവാൻ സ്തോത്രം ദുരാത്മാവിന് കഴിഞ്ഞു. എന്നാൽ പുതിയ നിയമത്തിൽ പാമ്പുകളെയും തേലകളെയും ശത്രുവിന്റെ സകലബലത്തെ ചവിട്ടുവാൻ ദൈവം നിനക്ക് അധികാരം മാത്രമല്ല, പ്രാർത്ഥിക്കുന്ന ആത്മാവായ പരിശുദ്ധാത്മാവിനെ ദൈവം നിന്റെ ഉള്ളിൽ തന്നിരിക്കുമ്പോൾ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ ഇന്ന് രാത്രിയിലും അന്യഭാഷകളെ പ്രാർത്ഥിക്കുമ്പോൾ ഭൂതങ്ങൾ വഴിമാറ് ഞാൻ എൻ്റെ അപ്പനോടൊന്ന് പ്രാർത്ഥിക്കട്ടെ. പഴയ നിയമത്തെക്കാൾ നല്ല നിയമമത്രേ പുതിയ നിയമം. പഴയ നിയമത്തിൽ വെള്ളത്തെ വിഭാഗിച്ച് ഭക്തർ നടന്നു, ചെങ്കടൽ വിഭാഗിച്ച് ഭക്തർ നടന്നു. എന്നാൽ പുതിയ നിയമത്തിൽ പത്രോസ് വിളിച്ചവന്റെ കണ്ണുകളിലേക്ക് നോക്കി, നോട്ട് ബൈ സൈറ്റ് ബട്ട് ബൈ ഫെയ്ത്ത്. കാഴ്ചയാൽ അല്ല, വിശ്വാസത്താൽ പുതിയ നിയമത്തിൽ ഭക്തൻ വെള്ളത്തിന് മേലെ കൂടെ നടന്നു. അയ്യോ, നിങ്ങൾക്ക് മനസ്സിലായോ എന്നറിയത്തില്ല. വെള്ളം വിഭാഗിച്ച് നടക്കുന്നതിനേക്കാൾ അങ്ങളെ വെള്ളത്തിന് മീതെ നടക്കുന്നത് ഒത്തിരി നല്ലതത്രേ. പഴയ നിയമത്തിൽ ഒരാഴ്ച കറങ്ങി നടന്ന ശേഷം അവസാനം ദൈവത്തെ സ്തുതിച്ചപ്പോൾ മതിൽ വീണു. എന്നാൽ പുതിയ നിയമത്തിൽ ഒരു പാട്ടിന്റെ 2 സ്റ്റാൻസ പാടിയപ്പോൾ ജയിൽ പൊളിഞ്ഞു പോയി, പ്രമാണി ഉറക്കമെഴുന്നേറ്റു. പകരം ജയിലില്ല, പകരം ദൈവ സഭയത്രേ ഉള്ളത്. പുതിയ നിയമം പഴയ നിയമത്തെക്കാൾ ഒത്തിരി നല്ലതത്രേ. പഴയ നിയമത്തിന്റെ കാഹളത്തെക്കാൾ ഒത്തിരി നല്ലതത്രേ പുതിയ നിയമത്തിലെ കാഹളം. പഴയ നിയമത്തിലെ കാഹളം സ്തോത്രം അതേ ഭൂമിയിൽ ഊതുമ്പോൾ പുതിയ നിയമത്തിലെ കാഹളം മധ്യാകാശത്തിൽ ഊതുന്നു. 3 ശബ്ദത്തോടുകൂടെ കർത്താവ് കടന്നു വരികയാണ്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളധ്വനിയോടും കൂടെ. ഇത്ര നല്ല ജനത്തെ എവിടെ കിട്ടും? മോനെ തന്നെ ജി മേജർ. കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൈവ ദൂതശബ്ദത്തോടും കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൈവ ദൂതശബ്ദത്തോടും സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ, സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ
സന്തോഷം തീരാത്ത സന്തോഷം തീരാത്ത സന്തോഷം ഭാവിക്കുമവർ. അപ്പൊ ജീവനോടെ ഇരിക്കുന്നവർക്ക് എന്താ സംഭവിക്കും? എന്താ പറഞ്ഞേ? രൂപാന്തരം. നമുക്ക് ചേർന്ന് പാടാം ഒരിക്കൽ കൂടെ. ജീവനുള്ളവർ മാത്രം കൈയടിച്ചാ മതി. ചത്തതെല്ലാം ഉയർത്താൻ കാത്തിരിക്കുന്നത് ഓർത്തോ. ജീവനുള്ളവർ മാത്രം കൈയടിച്ചോട്ടെ. ജീവനോടി ഭൂതനെ പാർക്കും രൂപാന്തരം പ്രാപിക്കും നേരത്തിൽ. ജീവനോടി ഭൂതനെ പാർക്കും രൂപാന്തരം പ്രാപിക്കും നേരത്തിൽ. ഇത് സരസോടും കൂടെ, ഇത് സരസോടും കൂടെ എങ്കോലകം എങ്കോലകം എങ്കോലകം
വായി തുറന്ന് ശബ്ദമുയർത്തി ഈ കുഞ്ഞുങ്ങളിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് പകരുകയാണ്. ഈ മുന്നിൽ നിൽക്കുന്ന കുഞ്ഞുങ്ങൾ അഭിഷേകത്തിൽ നിറയുകയാണ്. Receive the Holy Spirit. എത്രയോ സന്തോഷം എത്രയോ സന്തോഷം എത്രയോ സന്തോഷം മധ്യാകാശത്ത്. കരങ്ങളും ശബ്ദമുയർത്തി എല്ലാവരും എത്രയോ സന്തോഷം എത്രയോ സന്തോഷം എത്രയോ സന്തോഷം മധ്യാകാശത്ത്. ജനം പാടിക്ക രണ്ട് കരങ്ങൾ ഉയർത്തി എത്ര പോരാ എത്രയോ ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തി എത്രയോ സന്തോഷം രണ്ട് കരങ്ങളെ ഉയർത്തി ഹൃദയത്തിൽ നിന്ന് എത്രയോ സന്തോഷം എത്രയോ സന്തോഷം. കരങ്ങൾ ഉയർത്തവനോട് സംസാരിച്ച കരങ്ങൾ ഉയർത്തവനോട് സംസാരിച്ച എത്രയോ സന്തോഷം. ആത്മഹത്യ ചെയ്യുവാൻ തീരുമാനിച്ചു വന്നവർ ഇന്ന് രാത്രി പാടട്ടെ. നിരാശയിൽ കുരുങ്ങി വന്നവർ ഇന്ന് രാത്രി പാടട്ടെ. ടാബ്ലറ്റ് കഴിച്ചില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരത്തില്ല, മാനസിക രോഗത്തിലേക്ക് പിശാച് തള്ളിവിടുന്നെന്ന് പറയുന്നവർ പാടട്ടെ. ഇന്ന് രാത്രി നിന്റെ പിൻപിൽ വ്യാപരിക്കുന്ന ദുരാത്മാവിന്റെ കെട്ടിനെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു.
എത്രയോ സന്തോഷം. കരങ്ങൾ ഉയർത്തി. എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ. കരങ്ങളെ ഉയർത്തി കണ്ണുനീരോടെ കർത്താവിനെ സ്തുതിച്ച്. കരങ്ങൾ ഉയർത്തി കണ്ണുകൾ നിറഞ്ഞൊഴുകട്ടെ. ആരോടും പറവാൻ കഴിയാത്തത് അവനോട് പറ. ആരും കേൾക്കാനില്ലാത്തത് അവനോട് പറ. എല്ലാം തീർന്നെന്ന് പറയുന്നവർ അവനോട് പറ. ഉടഞ്ഞു വന്നവർ അവനോട് സംസാരിക്ക. നുറുങ്ങി വന്നവർ അവനോട് സംസാരിക്ക. നിന്റെ വലതും ഇടതും ഒരുത്തൻ നിൽക്കുന്നതിനേക്കാൾ, ഒരു വ്യക്തി നിൽക്കുന്നതിനേക്കാൾ ഇമ്മാനുവേൽ, 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 യഹോവ ശമ ഈ രാത്രി നിന്റെ അരികിലുണ്ട്. Lift your hands and respond to the Holy Spirit. കരങ്ങളെ ഉയർത്തി അവനോട് പ്രതികരിച്ചു നിന്ന്. ക്യാൻസറുകൾ മറയട്ടെ, ട്യൂമറുകൾ മറയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ മെഡിക്കൽ റിപ്പോർട്ടുകൾ നെഗറ്റീവ് ആകട്ടെ. ഓപ്പറേഷൻസ് ക്യാൻസൽ ചെയ്യപ്പെടട്ടെ. ഓപ്പറേഷൻസ് ക്യാൻസൽ ചെയ്യപ്പെടട്ടെ. ഓപ്പറേഷൻസ് ക്യാൻസൽ ചെയ്യപ്പെടട്ടെ. അത്ഭുത രോഗശാന്തിയുടെ ഒരു വേവ്, അത്ഭുത രോഗശാന്തിയുടെ ഒരു ചലനം ഈ ഫസ്റ്റ് റോ മുതൽ ഇതാ വെളിപ്പെടുകയാണ്. പ്രാപിച്ചോ? In the name of Jesus. വിശ്വാസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നവരെ അത് തുടർന്നു തുടർന്നു തുടർന്നു. മാസ് ഹീലിംഗിന്റെ ഒരു പകർച്ച ഈ രാത്രി ഞങ്ങൾ ഇന്ത്യൻ ഇവാഞ്ചലിസത്തിന് വേണ്ടി ഏറ്റെടുക്കുകയാണ്. മാക്സിമം 10 മിനിറ്റ് കൂടെ തരണം. ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നതിനേക്കാൾ, കോടതി വരാന്തിയിൽ നിൽക്കുന്നതിനേക്കാൾ, ICU വാതിക്കൽ നിൽക്കുന്നതിനേക്കാൾ ഒത്തിരി നല്ലതാണ് തേജസ്സിന്റെ മേഘം ഇറങ്ങി നിൽക്കുന്ന അവസാന രാത്രി ദൈവസന്നിധിയിൽ നിൽക്കുന്നത്. പിശാചിന് അറിയാം അവനെ തടുക്കാൻ പറ്റാത്ത ഈ പരിപാടിയേ ഉള്ളൂ.
The rapture of the church. ദൈവസഭയുടെ ഉൾപ്രാവണത്തെ പിശാചിന് തടുക്കാൻ പറ്റത്തില്ല. വാട്ട വെള്ളം കുടിച്ചാൽ പ്രസംഗം തടയാം, മൈക്കിന്റെ കേബിള് കട്ടിയായാൽ പ്രവചനം തടയാം. പക്ഷേ ഞാൻ എന്റെ സഭയെ പണിയും. ബാക്കി പറ എന്നരുളി ചെയ്ത കർത്താവ് യേശുവിന്റെ നാമത്തിൽ തന്റെ സ്വന്തം രക്തം കൊടുത്തവൻ വിലയ്ക്ക് വാങ്ങിയ ദൈവസഭയുടെ ഉൾപ്രാവണത്തെ തടയുവാൻ പിശാചിന് കഴിയത്തില്ല. കർത്താവ് തൻ ഗംഭീര നാദത്തോടെ പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാവളത്തോടും കൂടെ, ദൈവത്തിന്റെ കാവളധ്വനിയോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ 3 ശബ്ദം മേലെ കേൾക്കുമ്പോൾ 3 കാര്യം താഴെ നടക്കും. ഇന്ന് രാത്രി സുരേഷിന്റെ ശബ്ദമല്ല, ദൈവാത്മാവിന്റെ ശബ്ദം ഈ അന്തരീക്ഷത്തിൽ കേൾക്കുമ്പോൾ ഈ വചനം ഒരിക്കലും വൃഥാവായി മടങ്ങി വരത്തില്ല. അത് അയച്ച കാര്യത്തെ ഇന്ന് രാത്രി താൻ നിവർത്തിക്കാം. 3 ശബ്ദം മധ്യാകാശത്തിൽ കേൾക്കുമ്പോൾ സംഭവിക്കുന്ന ഒന്നാമത്തെ കാര്യം, ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നു. ക്രിസ്തുവിൽ മരിച്ച മൃതന്മാർ ഭാഗ്യമുള്ളവർ. ചന്ദനപ്പെട്ടിക്കകത്ത് കിടന്നവരല്ല, സെമിത്തേരിയുടെ VIP റോയിൽ കിടന്നവരല്ല. ക്രിസ്തുവിൽ മരിച്ചവർ ഭാഗ്യമുള്ളവർ. ക്രിസ്തുവിൽ ജീവിക്കുന്നവരാണ് ക്രിസ്തുവിൽ മരിക്കുന്നത്. ക്രിസ്തുവിൽ മരിച്ചവരാണ് ക്രിസ്തു വരുമ്പോൾ ഉയർത്തെഴുന്നേൽക്കുന്നത്. ക്രിസ്തുവിൽ ജീവിച്ചോ, ക്രിസ്തുവിൽ ജീവിച്ചോ. പക്ഷെ ശുശ്രൂഷ തീരുന്നതിന് മുമ്പ് നിന്നെ തട്ടാൻ ഭൂതങ്ങൾക്കും രോഗങ്ങൾക്കും ആക്സിഡന്റിനും കഴിയത്തില്ല. ഒരു ശുശ്രൂഷ തീരുന്നതുവരെ, മിഷൻ തീരുന്നതുവരെ നിന്നെ തകർക്കുവാൻ ഒരു വ്യക്തിക്കും ഒരു ശക്തിക്കും കഴിയത്തില്ല. ദൈവദാസന്മാർക്ക് വേണ്ടി ഞാൻ ഒരു ദൂത് പറയട്ടെ. നിന്റെ ആരംഭത്തെക്കാൾ നിന്റെ അവസാനത്തെ നല്ലതാക്കുന്നവനാണ് ദൈവം. നിന്റെ നല്ല കൺവെൻഷൻ വരുന്നേ ഉള്ളൂ, നിന്റെ നല്ല യോഗം വരുന്നതേ ഉള്ളൂ, നിന്റെ നല്ല കോൺഫറൻസ് വരുന്നതേ ഉള്ളൂ. ഒരിക്കലും നമ്മൾ പിന്നോട്ട് തിരിഞ്ഞ് കരയത്തില്ല, നമ്മൾ മുന്നോട്ട് നോക്കി ചിരിക്കത്തേ ഉള്ളൂ. ക്രിസ്തുവിൽ മരിച്ച മൃതന്മാർ ഭാഗ്യമുള്ളവർ. ക്രിസ്തുവിൽ മരിച്ച പിതാക്കന്മാർ, മാതാക്കളെ വീണ്ടും നിങ്ങൾ കാണും. പഴയ വാടിയ മുഖത്തോടെ അല്ല, പഴയ പാർക്കിൻസൺസോടെ അല്ല, പഴയ വാതരോഗത്തോടെ അല്ല. 33.5 വയസ്സിൽ യഹൂദ ഗോത്രത്തിലെ സിംഹം റോമ ഇംപീരിയൽ മുദ്രയെ പൊളിച്ച് അരിമത്തിലെ യോസഫിന്റെ കല്ലറയെ മടക്കി കൊടുത്തിട്ട് എങ്ങനെ ഉയർത്തെഴുന്നേറ്റോ, അവൻ ഇരിക്കുന്നത് പോലെ നിങ്ങൾ അവനെ കാണും. നിന്റെ അപ്പച്ചനെ, നിന്റെ അമ്മച്ചിയെ ആ യൗവനത്തിൽ നീ കാണാൻ വേണ്ടി പോകുകയാണ്. പാസ്റ്റർ CK ഡാനിയൽ ഉൾപ്പെടെയുള്ള ഭക്തന്മാരെ നമ്മൾ അങ്ങനെ കാണാൻ വേണ്ടി പോകുകയാണ്. എത്രയൊക്കെ പ്രത്യാശയുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ ക്രിസ്തുവിൽ മരിച്ച സകല ദൈവദാസന്മാരെ നമ്മൾ വീണ്ടും അങ്ങനെ കാണുവാൻ വേണ്ടി പോകുകയാണ്. ജീവനോട് ശേഷിക്കുന്ന നമ്മൾ രൂപാന്തരപ്പെടും. നമുക്കൊരു രൂപാന്തരമുണ്ട്. ചുറ്റും നിൽക്കുന്ന 4 പേരെ തൊട്ട് മുഖത്തോക്കി ചിരിച്ചു പറ, നമുക്കൊരു രൂപാന്തരമുണ്ട്. പറഞ്ഞാട്ടെ, 4 പേരെ, 1 അല്ല 2 അല്ല, നമുക്കൊരു രൂപാന്തരമുണ്ട്. നമ്മൾ രൂപാന്തരപ്പെടാൻ പോവാ. നമ്മൾ രൂപാന്തരപ്പെടുന്നവരാ. നമ്മൾ രൂപാന്തരപ്പെടാൻ വേണ്ടി പോവാ. 4 പേരെ തൊട്ട് പറ മക്കളെ, കള്ളം പറയല്ല. 4 പേരെ തൊട്ട് പറ. പറയാത്തവരെ ഞാൻ പ്ലാറ്റ്ഫോമിൽ കയറ്റി പറയിപ്പിക്കും. സ്തോത്രം. 4 പേരെ തൊട്ട് പറ, നമ്മൾ രൂപാന്തരപ്പെടാൻ വേണ്ടി പോവാ. നമ്മൾ രൂപാന്തരപ്പെടും. അമേരിക്കൻ പ്രസിഡന്റ് ആ ടൈം അറിയത്തില്ല, ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ആ സമയം അറിയത്തില്ല, ഒരു അപ്പോസ്തലൻ പ്രവാചകനും ആ സമയം അറിയത്തില്ല. ഓ സ്തോത്രം. അതെ, പിതാവായ ദൈവത്തിന് മാത്രം അറിയാവുന്ന സമയത്ത് ഈ മധ്യാകാശത്ത് യുദ്ധവിമാനത്തിന്റെയോ റോക്കറ്റിന്റെയോ സ്വരമല്ല, കർത്താവിന്റെ ഗംഭീരനാദം പ്രധാന
കാളദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാളധ്വനി കേൾക്കും. ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുക. ജീവനോട് ശേഷിക്കുന്നവർ രൂപാന്തരപ്പെട്ട് ഓസ്ട്രേലിയ തുടങ്ങി അമേരിക്ക വരെയുള്ളതായ സകല ഭൂഖണ്ഡങ്ങളിൽ നിന്നും, സകല സ്തോത്ര ഗ്രാമങ്ങളിൽ നിന്നും, പട്ടണങ്ങളിൽ നിന്നും ലക്ഷോപലക്ഷമല്ല കോടിക്കണക്കിന് ജനം അവർ രൂപാന്തരപ്പെട്ട് എടുത്തുകൊള്ളപ്പെട്. കേട്ടവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ചെറുവയ്ക്കലെ കേൾക്ക്. ചെറുവയ്ക്കൽ പഞ്ചായത്താണോ ഇത്? ചെറുവയ്ക്കൽ പഞ്ചായത്തെ കേൾക്ക്. നിന്നിൽ നിന്ന് ആയിരക്കണക്കിന് ജനം എന്താ എളമാട് പഞ്ചായത്ത്, എളമാട് പഞ്ചായത്തെ കേൾക്ക്. നിന്നിൽ നിന്ന് ആയിരക്കണക്കിന് ജനം കാണാതെയാകാൻ പോവാ. കൊല്ലം ജില്ലയാണോ? കൊല്ലം ജില്ല കേൾക്ക്. നിന്നിൽ നിന്ന് ആയിരക്കണക്കിന് ജനം കാണാതെയാകാൻ പോവാ. കേരളമേ, നിന്നിൽ നിന്ന് ലക്ഷക്കണക്കിന് ജനം കാണാതെ പോകാൻ പോവാ. കോടിക്കണക്കിന് ഭാരതീയർ ഒറ്റ സെക്കൻഡ് കൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാകാൻ വേണ്ടി പോകുന്നു. ഏതോ മന്ദബുദ്ധികൾ പറയായിരിക്കും അവർ പോയതല്ല, അവർ തങ്ങളുടെ വീട്ടിലേക്ക് പോയതാ. അവർ പോകേണ്ടിടത്തേക്ക് പോയതാ. മന്ത്രിസഭ പെട്ടെന്ന് കൂടും. അയ്യോ, നമ്മുടെ ആൾക്കാർ എവിടെ പോയി? എനിക്ക് ഹിന്ദി അറിയത്തില്ല, എന്നെ കൊണ്ട് ഹിന്ദി പറയിപ്പിക്കില്ല. അടുത്ത വർഷം സ്തോത്രം അതേ വിളിക്കത്തില്ല. ഞാൻ ഹിന്ദി പറഞ്ഞ സ്തോത്രം അതെ. നിന്റെ ജനമല്ല മന്ത്രിസഭയെ, മന്ത്രിയെ തന്ത്രി ചെയ്ത് നിന്റെ ജനമല്ല, ഇത് അവന്റെ ജനമാണ്. ലക്ഷക്കണക്കിന് ജനം കാണാതെയാകുന്നു. സ്കൂളിൽ നിന്ന് പിള്ളേരെ മടങ്ങി വരുമ്പോൾ പ്രാർത്ഥിക്കുന്ന മമ്മിയെ കാണത്തില്ല. മദ്യപിച്ച് അവളെ തല്ലാമെന്ന് വിചാരിച്ച് ഓടിയെത്തുന്ന ഭർത്താവ് വരുമ്പോൾ ഭാര്യയെ കാണത്തില്ല. പ്രാർത്ഥിക്കുന്ന മക്കളെ മാതാപിതാക്കൾ കാണത്തില്ല. സ്തോത്രം, അവർ എടുത്തുകൊള്ളപ്പെടും. വിശ്വാസികൾ ഓടിക്കുന്ന കാറിൽ ഡ്രൈവർ കാണത്തില്ല. വണ്ടി ഇതാ ഓടുന്നു. ആയിരക്കണക്കിന് ആക്സിഡന്റ് ഈ ചുറ്റുപാടുണ്ടാകും. വിശ്വാസികൾ സ്തോത്രം അതേ നക്ഷത്രഘാതങ്ങളെ കടഞ്ഞ് കർത്താവിന്റെ സന്നിധിയിലേക്ക് അവർ എടുത്തുകൊള്ളപ്പെടും. കരങ്ങൾ ഉയർത്തി വരുന്ന നിമിഷം ദൈവത്തെ സ്തോത്രം ചെയ്തിരുന്നു. യേശുവിന്റെ നാമത്തിൽ അവന്റെ മുൻപിൽ നീ നിൽക്കും. അങ്ങളെ, ഈ പ്രസംഗം തീർന്നിട്ടില്ല കേട്ടോ. എൻ്റെ ഒരു 55% ആണെന്നുള്ള ബാക്കി ഞാൻ പിന്നെ പറയാം. ഇന്ന് രാത്രി നമുക്ക് പ്രസംഗമല്ല, അവൻ്റെ സാന്നിധ്യമാണ് ആവശ്യം. അവൻ്റെ മുൻപിൽ നീ നിൽക്കുമ്പോൾ, യേശുവിൻ്റെ മുൻപിൽ നീ നിൽക്കുമ്പോൾ, ദൂതനെ ആ ടിഷ്യൂ എടുത്ത് അവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുടയ്ക്ക് എന്നല്ല അവൻ പറയുന്നത്. അവൻ്റെ സ്വന്തം കൈകൊണ്ട്, ആണിപ്പഴുത്തുള്ള കൈകൊണ്ട് നിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. നിനക്കൊത്തിരി ചോദ്യങ്ങളുണ്ടാകും. കഴിഞ്ഞ വർഷങ്ങളിൽ ഞാൻ വന്നപ്പോൾ, 2 വർഷമാണ് മുമ്പാണെന്ന് തോന്നുന്നു, ഈ പ്ലാറ്റ്ഫോമിൽ എന്നോടൊപ്പം നിന്ന് ആരാധിച്ച 2 സഹോദരന്മാർ നിത്യതയിൽ മറഞ്ഞു. നമുക്കറിയത്തില്ല. സ്തോത്രം, അത് എന്തുകൊണ്ട് നമുക്ക് ഉത്തരമില്ല. നമുക്ക് പല ചോദ്യങ്ങളുമായിട്ടാണ് അവൻ്റെ സന്നിധി നിൽക്കുന്നത്. ബ്രദർ സുരേഷ് ബാബു അവൻ്റെ മുമ്പിൽ തുള്ളിച്ചാടത്തില്ല. അവൻ്റെ പാദത്തിൽ വീഴും. എനിക്ക് അവൻ്റെ പാദത്തിൽ ചുംബിക്കണം. അവൻ എൻ്റെ സ്വന്തം കൈയാൽ ഉയർത്തും. അവൻ താൻ തന്നെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുടച്ചു കളയും. എന്നിട്ട് ഇന്ന് രാത്രി എനിക്ക് നിനക്കും സംഭവിപ്പാൻ പോകുന്ന കാര്യം ഞാൻ പറയട്ടെ. അവൻ നിനക്ക് പ്രതിഫലം തരും. 2 കൊരിന്ത്യർ 5:10 ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപിൽ അവൻ നിനക്ക് പ്രതിഫലം തരും. പോസ്റ്റ് ഒട്ടിച്ചവരെ പ്രതിഫലമുണ്ട്. ആർച്ച് വയ്ക്കാൻ പൈസ കൊടുത്തവരെ പ്രതിഫലമുണ്ട്. പന്തൽ സ്പോൺസർ ചെയ്തവരെ പ്രതിഫലമുണ്ട്. കറിക്ക് വെട്ടിയവരെ പ്രതിഫലമുണ്ട്. പച്ചക്കറി ചുമ്മിയവരെ പ്രതിഫലമുണ്ട്. സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഓടിയവരെ പ്രതിഫലമുണ്ട്. അഹരോനും ഹൂരും പോലെ ഈ കരങ്ങളെ ഉയർത്തിയവരെ നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്. ഓഗസ്റ്റ് 15-ന് ഡിസംബർ 26-ന് സ്വാതന്ത്ര്യ ദിനത്തിന് പ്രധാനമന്ത്രിയാണ് ഡൽഹിയിൽ വെച്ച് പ്രതിഫലം കൊടുക്കുന്നത്. ജനുവരി 26-ന് പ്രസിഡന്റാണ് കൊടുക്കുന്നത്.
അന്ന് ഇന്റർനാഷണൽ ഗസ്റ്റുകളുണ്ട്, MP മാരുണ്ട്, മന്ത്രിമാരുണ്ട്. അവരെല്ലാവരും കൈയടിക്കും ആ പ്രതിഫലം വാങ്ങുമ്പോൾ, പത്മശ്രീ വാങ്ങുമ്പോൾ, പത്മഭൂഷൺ വാങ്ങുമ്പോൾ. പക്ഷേ രാജാതി രാജാവിൻ്റെ മുൻപിൽ, കർത്താതി കർത്താവിൻ്റെ മുൻപിൽ നീ നിന്ന് പ്രതിഫലം വാങ്ങുന്നതായ സമയത്ത് അന്ന് ഗബ്രിയേൽ അവിടെയുണ്ട്, അന്ന് മിഖായേൽ അവിടെയുണ്ട്, ഹാബേൽ അവിടെയുണ്ട്, ഹാനോക്ക് അവിടെയുണ്ട്, നോഹ അവിടെയുണ്ട്, അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, ദാവീദ്, ദാനിയേൽ, പഴയ നിയമ വിശുദ്ധന്മാർ. നേരമില്ലല്ലോ, എല്ലാം പറയും, നേരമില്ല. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ തീത്തോസ്, തിമത്തിയോസ്, പത്രോസ്, പൗലോസ്, പറ, അന്ത്രയോസ്, എല്ലാ അപ്പോസ്തലന്മാർ അവിടെയുണ്ട്. പക്ഷെ എൻ്റെ നിന്റെ കണ്ണ് എൻ്റെ നിന്റെ കണ്ണ് ദൂതനിലല്ല ഉടക്കുന്നത്, വിശുദ്ധന്മാരല്ല ഉടക്കുന്നത്. മരണമില്ലാത്ത, കണ്ണുനീരില്ലാത്ത, സമുദ്രമില്ലാത്ത, രാത്രിയില്ലാത്ത, ശാപമില്ലാത്ത, ഫേസ്ബുക്ക് ഇല്ലാത്ത ഈ സ്വർഗത്തിൽ എന്നെ കൊണ്ടുവന്നെത്തിച്ചത് മറ്റൊരുത്തൻ നിമിത്തമാണ്. എന്റെ നിന്റെ കണ്ണ് അവന് വേണ്ടി പരതിക്കൊണ്ടിരിക്കും. അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു, ദാവീദിന്റെ മുള, യഹൂദഗോത്രത്തിലെ സിംഹം, ദൈവത്തിന്റെ കുഞ്ഞാട്, ആൽഫ മാത്രമല്ല ഒമേഗമായവൻ, അവനെ നീ കാണുവാൻ വേണ്ടി പോകുന്നു. എൻ്റെ പ്രസംഗം കഴിഞ്ഞു. എല്ലാ കണ്ണുകളും അടയട്ടെ. ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് നിന്നാട്ടെ. രണ്ട് കരങ്ങൾ ഉയർത്തി എല്ലാവരും ദൈവത്തിന് സ്തോത്രം ചെയ്ത